പ്രൈസ് ലോർഡ്. എൻ്റെ കഥയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ഈവനിങ് സമയം കൂടെ ദിവസത്തിൽ നമുക്കൊന്നിച്ച് കടന്നുരുവാതക്കണം. കർത്താവ് നമ്മെ സഹായിച്ചുവല്ലോ, അതിനായിട്ട് സ്തോത്രം ചെയ്യാം. അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം പിന്നെ നമ്മൾ കേൾക്കാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നാം ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെ വ്യാപരിപ്പാനിടയായി തീരട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അനുഗ്രഹീതമാകുന്ന നല്ല ഈ വ്യാഴാഴ്ച ഈവനിങ്ങിനായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. എൻ്റെ സന്നിധിയിലേക്ക് ഒരു പ്രാവശ്യം കൂടെ അടുത്തൊരു വാദക്കൊണ്ട് അവിടെ നൽകിയ സാവകാശത്തിനായി സ്തോത്രം. പ്രത്യേകമായി കർത്താവ് ഞങ്ങളുടെ നടുവിലേക്ക് അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നു. അവിടുത്തെ ദാസനായി ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. തൻ്റെ ജീവിതാനുഭവങ്ങൾ പിന്നെയും ഞങ്ങൾ കേൾക്കാൻ പോകുമ്പോൾ വലിയ ആത്മീയ അനുഗ്രഹമായി തീരണം, വിടുതലായി തീരണം. അനേകർക്ക് ഈ സെഷൻ്റെ ഒരു ബ്ലെസ്സിങ് ആയി തീരണം. അതിനായി ഞങ്ങളെ മുറ്റുമായി സമർപ്പിക്കുന്നു. പ്രാർത്ഥിച്ച് ആരംഭിക്കുന്ന ഈ സമയം മുതൽ ഞങ്ങളുടെ ആശീർവാദ പ്രാർത്ഥന വരെ പ്രത്യേകമാകുന്ന അവിടുത്തെ സാന്നിധ്യം ഉണ്ടാകണം. സിസ്റ്റർ നെറ്റ്വർക്ക് എല്ലാം അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ അനുഗ്രഹത്തെ പ്രദാനം ചെയ്തിരിക്കുക സ്തോത്രം. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ താഴ്മയായി ചോദിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ. ഞാൻ ആരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സെഷൻ കൂടെ കർത്താവ് നമുക്ക് നൽകിയിരിക്കുകയാണ്. പ്രത്യേകമായിട്ട് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന ജീവിതാനുഭവം കഴിഞ്ഞ 2 വീക്ക് മുമ്പേ നമ്മുടെ ചാനലിൽ എൻ്റെ കഥയ്ക്കകത്ത് നമ്മൾ മസ്കറ്റിൽ നിന്നുള്ള പ്രിയ ജോജി ബ്രദറിൻ്റെ അനുഭവങ്ങൾ കേട്ടു. ആ അനുഭവങ്ങളുടെ ഒരു സെക്കൻഡ് പാർട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം കേട്ടതിലും അപ്പുറമായിട്ട് ഉള്ള വലിയ ദൈവിക പ്രവൃത്തികൾ, തൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ ആരംഭ ഭാഗങ്ങൾ നമ്മൾ കേട്ടു. വിശ്വാസത്തിൽ വന്ന ശേഷം താൻ കടന്നുപോയ ജീവിതാനുഭവങ്ങളെക്കുറിച്ച്, കൃപയാൽ അതിനെ നേരിട്ടതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. വളരെ സ്നേഹത്തോടുകൂടെ ആദരവോടുകൂടെ പ്രിയ ജോജി ബ്രദറിനെ ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ ഈ ലൈവ് സെക്ഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വെൽക്കം ജോജി ബ്രദർ. ഇപ്പോൾ സ്ക്രീനിലാണ്. പ്രൈസ് ലോർഡ്. രണ്ടാഴ്ചയ്ക്ക് ശേഷം അല്ലേ നമുക്കൊരു പ്രാവശ്യം കൂടെ ഒന്നിച്ചൊന്ന് കടന്നു വരുവാൻ കഴിഞ്ഞു. ഒത്തിരി നമ്മുടെ വ്യൂവേഴ്സ് റിക്വസ്റ്റ് ചെയ്തതാണ് അന്നത്തെ ആ ഒരു ലൈവ് കണ്ട ശേഷം ഞങ്ങൾക്കതിൻ്റെ ബാക്കി കാണണമെന്നൊക്കെ പറഞ്ഞ്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. പലരും കോണ്ടാക്ട് ചെയ്തല്ലേ, പലരും പ്രതികരിച്ചായിരുന്നു ആ ഒരു സാക്ഷ്യം കഴിഞ്ഞ ശേഷം വിളിക്കുകയും. അയ്യോ, എനിക്കത് വലിയ അനുഗ്രഹമായിരുന്നു. പ്രത്യേകിച്ച് എൻ്റെ 2-3 പെങ്ങന്മാർക്ക് വലിയൊരു അനുഗ്രഹമായിരുന്നു. എനിക്ക് അത് തന്നെ വലിയ സന്തോഷമായി. ദൈവത്തിന് സ്തോത്രം. അവര് പല സ്ഥലത്തുനിന്ന് അവർ കേട്ടത് അവർക്ക് വലിയ അനുഗ്രഹമായി. എനിക്ക് അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുക. അപ്പൊ ഈ ഒരു സെഷൻ അനേകരിലേക്ക് എത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ഒരു പ്രവൃത്തി കാണാനൊക്കെ ഇടയായി തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ പറഞ്ഞു നിർത്തിയത് അല്ലേ, നമ്മൾ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു, ആത്മീക അനുഭവങ്ങളൊക്കെ അതിൻ്റെ ഒരു തുടക്കം വരെ നമ്മൾ പറഞ്ഞു. ഇനി കേൾക്കാൻ പോകുന്ന അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ നമുക്ക് കേൾക്കാം. ഇനി ഞാൻ ഒട്ടും സമയം നഷ്ടപ്പെടുന്നില്ല. ഇൻട്രഡക്ഷൻ്റെ ഒന്നും ആവശ്യമില്ല, കാരണം കഴിഞ്ഞ പ്രാവശ്യം ഓൾറെഡി വീട്ടുകാരിയും ഒക്കെ നമ്മൾ പറഞ്ഞതാണ്. ഇതുകൊണ്ട് ഡയറക്റ്റ് ഞാൻ ജോജി ബ്രദറിന് സമയം തരികയാണ്. സംസാരിക്കുന്ന കൂട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. അന്ന് നിർത്തിയെടുത്തുനിന്ന് പിന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം രണ്ടാം ഭാഗത്തിലേക്ക്. അങ്ങനെയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെയും ദൈവം ഇങ്ങനെയൊരു ചാൻസ് പിന്നെയും ദൈവത്തെ മഹത്വപ്പെടുത്താൻ തരുന്ന ഓരോ നിമിഷവും എത്ര ഭാഗ്യമുള്ളതാ അല്ലേ. നമ്മളെക്കുറിച്ച് എത്ര മഹത്വപ്പെടുത്തിയാലും അതൊരു മഹത്വമല്ല, അത് വെറും ജാട എന്ന് പറയുള്ളൂ. എന്നാലേ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ, ദൈവനാമം മഹത്വപ്പെടുമ്പോൾ എന്തൊരു കൃപയാ ദൈവത്തിന്റെ. അത് നമുക്കല്ല, ദൈവത്തിന് തന്നെ ഉള്ളതാ. അപ്പം എൻ്റെ ടെസ്റ്റിമോണിയിൽ എനിക്ക് ദൈവം എങ്ങനെ എൻ്റെ പിതാവായി എന്നുള്ളതായിരുന്നു. എൻ്റെ പിതാവായപ്പോൾ, അതിനു മുമ്പ് വരെയും എനിക്ക് പിതാവിൻ്റെ ഒരു സ്നേഹത്തെ ഞാൻ ശരിയായിട്ട് അറിഞ്ഞത് എൻ്റെ ദൈവം എൻ്റെ പിതാവായപ്പോഴാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ദൈവം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു എൻ്റെ ജീവിതത്തിൽ. അത് പറയാതിരുന്നാൽ ഒന്നില്ലെങ്കിലും ഒരുപാട് പേർക്ക് അത് ഒരു അനുഭവമായിട്ടുള്ള ഒരു ജീവിതത്തിൽ എനിക്കെങ്ങനെ സംഭവിച്ചു, അങ്ങനെ സംഭവിച്ചെങ്കിൽ എന്തുകൊണ്ട് എനിക്കുണ്ടായിക്കൂടാ എന്നുള്ള ചിന്ത, എന്നുള്ള ഒരു ചോദ്യം എല്ലാവർക്കും ഉണ്ടാവും.
ആ ചോദ്യത്തില് ദൈവത്തിന്റെ വചനം പ്രവർത്തിച്ച, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച് അവരുടെ ജീവിതത്തിലും ഒരു വലിയ അനുഭവം ഉണ്ടാവണം. ഇതാണ് സാക്ഷ്യം പറയാൻ. അല്ലാണ്ട് എൻ്റെ മഹത്വത്തിന്, എൻ്റെ നാമമഹത്വത്തിനോ എൻ്റെ ഇതിനു വേണ്ടിയിട്ടോ അല്ല, എന്നാൽ ദൈവ നാമമഹത്വത്തിന് വേണ്ടിയാ. ഞാൻ ദൈവത്തെ അറിയുക എന്നുള്ളത് ഏറ്റവും ഭാഗ്യകരമായ ഒരു അവസ്ഥയാണ്. അതാണ് ഒരു മനുഷ്യനെ മാറ്റിമറിക്കുന്നത് വെച്ചാൽ, അവൻ മരിച്ച ഒരവസ്ഥയിൽ നിന്ന് മാറി അവൻ ഉയർത്തെഴുന്നേറ്റ ഒരു അവസ്ഥയിലേക്ക് വന്ന് അവൻ്റെ ജീവിതത്തിലും അവൻ്റെ നോട്ടത്തിലും പ്രവൃത്തിയിലും അവൻ്റെ കാഴ്ചയിലും എല്ലാവരോടുള്ള സംസാരത്തിലും എല്ലാത്തിലും ഒരു മാറ്റം ഉണ്ടായി. സ്വർഗീയനായിട്ട് മാറ്റപ്പെടുന്ന ഒരു അനുഭവമാണ് നേരത്തെ എൻ്റെ ജീവിതത്തിലുണ്ടായത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് അങ്ങോട്ട് നമ്മൾ പോകുമ്പോൾ ദൈവഹിതം അറിയുക എന്നുള്ളതാണ് പിന്നെ കർത്താവിൽ വന്ന ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഹിതം അറിയാൻ പറ്റുക എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ ഹിതം അറിയാൻ പറ്റാതെ നമ്മൾ എന്തെല്ലാം കാണിച്ചാലും അതൊന്നും നമുക്ക് നന്മയ്ക്കായിട്ട് വരില്ല. അപ്പം അത് കാരണം അതിന് കാരണം എന്ന് വെച്ചാൽ, എന്നെ വിലയ്ക്ക് വാങ്ങിച്ചവന് എൻ്റെ മുകളിൽ ഒരു കർത്തൃത്വമുണ്ട്. ആ കർത്തൃത്വത്തെ ഞാൻ തള്ളിക്കളയുകയാണ്. ഞാൻ ദൈവത്തിൻ്റെ ഹിതം അന്വേഷിച്ചില്ലെങ്കിൽ. ദൈവത്തിൻ്റെ ഹിതം എന്ന് പറഞ്ഞാൽ, സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഞാനൊരു സ്റ്റഡി ഒന്നും എടുക്കുകയൊന്നുമല്ല, വളരെ സിമ്പിളായിട്ട് യേശുവിൻ്റെ വാക്കിൽ നിന്ന് പറഞ്ഞാൽ, ദൈവമേ നിന്റെ ഹിതം എന്നിൽ നിറവേറണമേ എന്ന് സിമ്പിളായിട്ട് കർത്താവ് തൻ്റെ അവസാനത്തെ പ്രാർത്ഥനയിൽ പറഞ്ഞു. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ പാസ്റ്റർമാരെയൊക്കെ പോയി അന്വേഷിച്ച് പാസ്റ്റർമാരോട് ദൈവഹിതം എന്താണെന്നൊക്കെ ചോദിച്ച് പിടിച്ചു വന്ന് പ്രവാചകനെ കൊണ്ടൊക്കെ പറയിപ്പിക്കണ അതൊക്കെ നിങ്ങളുടെ ഇതുപോലെ. പക്ഷെ എന്നാൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ഇഷ്ടമല്ലാത്ത കാര്യമാണെങ്കിൽ എന്താണെങ്കിലും, എൻ്റെ ഇഷ്ടമല്ലാത്തതെല്ലാം ദൈവ ഇഷ്ടമാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ, എൻ്റെ ഇഷ്ടം ആയിട്ട് നടക്കുമ്പോൾ അത് എൻ്റെ ഇഷ്ടമാവുള്ളൂ. എൻ്റെ ഇഷ്ടം അല്ലെങ്കിൽ കർത്താവ് പ്രാർത്ഥിച്ചത് അങ്ങനെയാണ്, എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നടക്കണമേ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം വരുന്ന എല്ലാം അവൻ്റെ ഇഷ്ടം. അത് എൻ്റെ ഇനിയുള്ള ഈ 2 സാക്ഷ്യത്തിലും ദൈവത്തിൻ്റെ ഇഷ്ടമാണ് എന്നിൽ നടന്നതെന്ന് എനിക്ക് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ് ഈ സാക്ഷ്യം പറയുന്നത്. ഉത്തമ ബോധ്യമുള്ളത് കാരണം കർത്താവ് വളരെ വ്യക്തമായിട്ട് എന്നോട് സംസാരിക്കുകയും തൻ്റെ ചില വചനങ്ങളാൽ എന്നെ ശക്തീകരിക്കുകയും, അതുകൂടാതെ വളരെ പ്രയാസഘട്ടത്തിലിരുന്നപ്പോൾ കർത്താവ് എനിക്ക് ആശ്വാസം തരികയും ചെയ്ത വിധം ആണ് ഞാനിപ്പോൾ സാക്ഷ്യത്തിൽ പറയുന്നത്. അപ്പോൾ ഒരാൾക്ക് ദൈവഹിതം അന്വേഷിച്ച് പോകേണ്ട യാതൊരു കാര്യമില്ല. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കാത്ത കാര്യങ്ങൾ വരുമ്പോൾ, നമ്മൾ വിചാരിക്കാത്ത കാര്യം വരുമ്പോൾ ദൈവത്തിന് സമർപ്പിക്കപ്പെട്ട ഒരാളാണെങ്കിൽ വളരെ പെട്ടെന്ന് പറയാം അത് ദൈവഹിതമാണ്, കാരണം എൻ്റെ ഹിതമല്ല. സിമ്പിളായിട്ട് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു അറിവ് എന്ന് പറഞ്ഞാൽ, എനിക്ക് കിട്ടിയ അറിവെന്ന് പറഞ്ഞാൽ, ദൈവത്തെ അറിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യവും അറിവും. എന്നാൽ ഈ ദൈവത്തെ അറിഞ്ഞപ്പോൾ ഞാനൊരു കാര്യം മനസ്സിലാക്കി. ഞാനൊരു വെറും പൊട്ടനാണെന്നും വെറും ശുദ്ധമായിട്ടൊരു ഫൂളാണെന്നും എനിക്ക് മനസ്സിലായി. കാരണം വെച്ചാൽ, ഞാൻ ഒന്നില്ലെങ്കിൽ കാണിക്കുന്ന എല്ലാം എൻ്റെ സ്വന്തം ആഗ്രഹം സാധിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണിക്കാനോ ഒക്കെയാണ്. പക്ഷെ സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതം മുഴുവൻ ഒരു ഡ്രാമ, മറ്റുള്ളവരെ കാണിക്കാനും ഇത് ചെയ്യാനും. എന്നാൽ കർത്താവിൽ വന്ന ശേഷമാണ് ഞാൻ യഥാർത്ഥമായിട്ട് ജീവിച്ചത്. മറ്റുള്ളവരെ നോക്കാതെ ദൈവത്തിൻ്റെ ഇഷ്ടം അന്വേഷിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ് നോക്കി ജീവിച്ചത് കർത്താവിൽ വന്നേപ്പിഞ്ഞ. അത് സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ 73 ആസാഫിൻ്റെ ഒരു സങ്കീർത്തനാണ്. അതിൻ്റെ 22-ാം വാക്യത്തിൽ അത് പറയുന്നത്, ഞാനൊരു പൊട്ടനും ഒരു മൃഗവുമായിരുന്നു. ഞാനൊരു ബുദ്ധിയില്ലാത്ത ഒരു മൃഗം പോലെയായിരുന്നു. എന്തുകൊണ്ട് ഞാൻ അങ്ങനെ ആയിരുന്നു എന്ന് വെച്ചാൽ, ഞാൻ പലതും മറ്റുള്ളവരുടെ നന്മ കണ്ടിട്ട് ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞു, അയ്യോ ഇവർക്ക് ഇത്രയും നന്മയുണ്ടല്ലോ,
ഇത്രയും അവരുടെ ജീവിതത്തിൽ ഇത്രയും സൗഖ്യമുണ്ടല്ലോ, ഇത്രയും അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ മറ്റുള്ളവരെ നോക്കി, ഞാൻ അവരുടെ നന്മയെ നോക്കി. ആസാഫിന് ദൈവത്തിൻ്റെ ജ്ഞാനം വന്നപ്പോൾ പറയാണ്, ഞാനൊരു പൊട്ടനും ഒരു കഴുതയുമായിരുന്നു. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഞാനൊരു പൊട്ടനും കഴുതയുമായിരുന്നു. എന്തുകൊണ്ട്? മറ്റുള്ളവരുടെ നന്മ നോക്കി ജീവിച്ച ഞാൻ ഇന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. ദൈവത്തിൻ്റെ ജ്ഞാനം വന്നപ്പോൾ അയ്യോ, ഞാൻ ഈ വിചാരിച്ചതെല്ലാം വെറും മണ്ടത്തരമാണെന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി. പിന്നെ സാക്ഷ്യത്തിലേക്ക് പോകും. ഞാൻ അറ്റൻഡ് ചെയ്തിരുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ TPM എന്ന ഒരു ചർച്ചിലായിരുന്നു ആദ്യത്തെ 20 വർഷക്കാലം. ഞാൻ വിശ്വാസത്തിൽ വന്നത് 84 വയസ്സിലാണ്, 1984 പിന്നെ ഞാൻ 2004 വരെയും ഞാൻ TPM-ലാണ് പോയിരുന്നത്. 2004 കഴിഞ്ഞിട്ട് ഞാൻ TPM-ലല്ല. എനിക്ക് അത് നിങ്ങൾക്ക് ഈ സാക്ഷ്യത്തിൽ കേൾക്കാൻ പറ്റും. TPM-ലായിരുന്നപ്പോഴും എന്നെ വളരെയധികം അനുഗ്രഹിച്ച ഒരു സഭയാണ്. കാരണം വെച്ചാൽ അവിടെ ഞാൻ CAക്ക് പഠിക്കുന്ന സമയത്തൊക്കെ ഞാൻ എപ്പോഴും അവിടുത്തെ ചീഫ് പാസ്റ്ററും അവിടെ പാസ്റ്റർ ജോർജ് ഉണ്ടായിരുന്നു. അങ്ങനെ പലരും, അവരാരും ഇന്നില്ല. അന്ന് പാസ്റ്റർ ടി യു തോമസ്, പാസ്റ്റർ ഏണസ്റ്റ്, പൈബി ഏണസ്റ്റ്, പാസ്റ്റർ വെസ്ലി അന്ന് വളരെ താഴ്ന്ന ഒരു ഒരു പാസ്റ്ററായിരുന്നു. പാസ്റ്റർ അല്ല, അന്നൊരു ബ്രദറായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ചീഫ് പാസ്റ്ററായിട്ട് നാളെ മരിച്ചു. അപ്പം ഇവരൊക്കെ ആയിട്ട് എനിക്ക് വളരെ അടുത്ത് ബന്ധപ്പെടാനും അവരുടെ ജീവിതം എന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്തു. എന്താണെന്ന് വെച്ചാൽ അവരുടെ ആ ജീവിതം, എല്ലാം വിട്ടിട്ട് ദൈവത്തോട് ചേർന്നിട്ടുള്ള ജീവിതം, അതിനകത്ത് വളരെ നന്നായിട്ട് ജീവിച്ചിരുന്ന ആൾക്കാർ, വളരെ നന്നായിട്ട് ജീവിച്ച് കുറേ അധികം വിശുദ്ധന്മാരുണ്ട്. അപ്പം അതിനാൽ ഞാൻ ആ ഒരു ചർച്ചിൽ ഞാൻ ആദ്യത്തെ 20 വർഷത്തോളം ഞാൻ ആയിരുന്നത് എൻ്റെ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. അതുകൊണ്ട് പിന്നെ അതിൽ തന്നെ ഞാൻ ആയിരിക്കുമ്പോൾ ആണ് ഞാൻ മാനസാന്തരപ്പെട്ടത്. കാര്യം ആ സഭയിലല്ലെങ്കിലും ഞാൻ പിന്നീട് ജോയിൻ ചെയ്ത സഭയിലാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ കല്യാണം കഴിക്കണ ഒരു ഇത് വന്നു. അവിടെയും ദൈവത്തിൻ്റെ ജ്ഞാനം എനിക്ക് വളരെ ഉപകാരം ചെയ്തു. ഞാൻ പലപ്പോഴും ഭംഗിയിലും ഇതിലൊക്കെ എനിക്ക് നോട്ടമുണ്ടായിരുന്നു. എന്നാൽ ദൈവം എൻ്റെ വിവാഹത്തോട് ബന്ധപ്പെട്ട ഇത് വന്നപ്പോൾ അതിനു മുമ്പായിട്ട് എനിക്ക് വളരെ വ്യക്തമായിട്ട് ദൈവം എൻ്റെ ചിന്തയും എൻ്റെ ആഗ്രഹവും അല്ല എന്ന് എന്നെ മനസ്സിലാക്കി തന്നു. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ദൈവം എന്നെ കാണിച്ചു തന്നു. ഏറ്റവും ഭംഗി എന്ന് പറയുന്നത് ഒരു ഹമ്പിളായിട്ടുള്ള ഒരു കുട്ടിയായിരിക്കണം. ബാക്കിയെല്ലാം ഇമ്പോർട്ടൻ്റ് അല്ല. ദൈവത്തെ അറിയുന്ന ഒരു ഹമ്പിളായിട്ടുള്ള ഒരു കുട്ടിയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും. ഇന്ന് എൻ്റെ ഉള്ളിൽ വളരെ വ്യക്തമായിട്ട് ദൈവം കാണിച്ചു തന്നു. പലരെയും പോയി കണ്ടു. ചിലർക്ക് എന്നെ ഇഷ്ടപ്പെട്ടില്ല, ചിലരൊക്കെ എന്നെ ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇതൊന്നും ഭംഗിയോ സ്വത്തോ ഇതൊന്നും എൻ്റെ മുമ്പിൽ ഒരു കാര്യമല്ല. അന്ന് എനിക്ക് കുറേ കുട്ടികളെ കണ്ടിട്ടാണ് ഞാൻ ഇപ്പോൾ എൻ്റെ ഭാര്യയെ ഞങ്ങൾ വിവാഹത്തിൽ ബന്ധത്തിൽ ഏർപ്പെടാൻ കാരണമായത്. അവിടെ ദൈവം എനിക്കൊരു വലിയൊരു അനുഗ്രഹം, ദൈവം ഞാൻ ആഗ്രഹിച്ച പോലെ താഴ്മയുള്ള ഒരു ആളെ എനിക്ക് ഇതായിട്ട് വന്നു. ദൈവം തന്നത് തന്നെയാണെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഇന്നും ഞാൻ ഇന്നും ആ ബന്ധത്തെ ഞാൻ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കൂടാതെ വിവാഹം കഴിഞ്ഞ് വിവാഹം വരെയും ഞാൻ എൻ്റെ കോഴ്സ് എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്ന് എൻ്റെ കസിൻ്റെ കൂടെയായിരുന്നു. എൻ്റെ കസിൻ്റെ കൂടെ ഏതാണ്ട് 3 വർഷത്തോളം എൻ്റെ കസിൻ്റെ കൂടെയായിരുന്നു. എൻ്റെ അങ്കിളിൻ്റെ മോൻ്റെ കൂടെയായിരുന്നു. എനിക്ക് ഏറ്റവും സ്നേഹമുള്ള, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തു, ഏറ്റവും അധികം സ്നേഹം ഉണ്ടായിരുന്ന ഒരാളായിരുന്നു എൻ്റെ കസിൻ. അപ്പോൾ കസിൻ്റെ കൂടെയായിരുന്നു.
അങ്ങനെ അത് കഴിഞ്ഞിട്ട് എനിക്ക് സ്വന്തമായിട്ടുള്ള ഒരു ഇതിലേക്ക് മാറേണ്ടതായിട്ട് വന്നു. അങ്ങനെ സ്വന്തമായിട്ടുള്ള ഇതിൽ ഞാൻ നാട്ടിൽ നിൽക്കുമ്പോൾ ആഹ് ഞാൻ സ്വന്തമായിട്ടുള്ള ഒരു ബിസിനസ്സിലേക്ക് വന്നു. അത് സീ ഫുഡ് ലൈനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെയാണ്. അങ്ങനെ അതിൽ ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ ആദ്യത്തെ ഒരു വർഷം വളരെ ലാഭമായിട്ട് ബിസിനസ് കൊണ്ടുപോയി. ആ, രണ്ടാമത്തെ വർഷം പെട്ടെന്ന് ഗവൺമെന്റ് പോളിസി ഉണ്ട്. ഇപ്പോൾ ഗവൺമെന്റ് പോളിസി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനൊരു സ്ഥലത്ത് നിന്ന് സാധനങ്ങൾ എടുക്കുമായിരുന്നു. അത് ഒരു കൊല്ലത്തെ കോൺട്രാക്റ്റ് ആയിരുന്നു. പെട്ടെന്ന് ഇവിടെ കറണ്ടിന്റെ ഇത് കുറവായപ്പോഴേക്കും ഇവിടെ എല്ലാ ഐസ് പ്ലാന്റും അടച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ എടുത്തിരുന്ന സ്ഥലത്തുണ്ടായിരുന്ന വില, ഞാൻ എഗ്രിമെന്റ് ചെയ്തിരുന്ന വില വളരെ കൂടുതലായിരുന്നു. അത് കുറച്ച് തന്നിട്ടാണെങ്കിലും ഇവിടെ നാട്ടില് ചരക്ക് വളരെ വില കുറഞ്ഞു പോയി, ഐസ് ഇല്ലാതെ വന്നപ്പോൾ. അങ്ങനെ വന്നപ്പോൾ എനിക്ക് ഒരുപാട് ലോസ് വന്നു. ആ ഒരു കൊല്ലം ഒരു കൊല്ലം കൊണ്ട് എൻ്റെ ഒരു കൊല്ലത്തെ ലോസ് എന്ന് പറഞ്ഞാൽ മുഴുവനായിട്ടും അത് എൻ്റെ മുകളിൽ വന്നു. കാരണം ഒരു എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നുണ്ട്. അത് ഏതാണ്ട് അന്നത്തെ കാലത്ത് 1997 ഏതാണ്ട് 17 ലക്ഷം രൂപ കടമായി. 17 ലക്ഷം രൂപ കടം എൻ്റെ ജീവിതത്തിൽ 96 കാലഘട്ടത്തിൽ 17 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ അന്ന് വളരെ വലിയ ഒരു എമൗണ്ടാണ്. കാരണം വെച്ചാൽ ഇന്ന് 17 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ അത്ര വലിയ ഒരു എമൗണ്ട് അല്ലെങ്കിലും അന്ന് വളരെ വലിയ ഒരു എമൗണ്ടായിരുന്നു. ചുരുക്കം പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ എൻ്റെ താളം മുഴുവൻ തെറ്റിപ്പോയി. എൻ്റെ വിശ്വാസം ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്ന് എനിക്കറിയില്ല. ഇതെങ്ങനെ തീർക്കുമെന്നറിയില്ല. ഒരുപാട് പേർക്കെന്ന് വെച്ചാൽ മെയിനായിട്ടുള്ള ആൾക്ക് കടം വന്നപ്പോൾ പല സമയത്തും കാശ് ഉപയോഗിച്ച് പല അടുത്തുള്ള ചെറിയ സ്ഥലങ്ങളിൽ നിന്ന് എടുത്തു കൊടുക്കാനും അവിടെ കൊടുക്കാൻ പറ്റാതെ ഇങ്ങനെ ആൾക്കാർ ഏത് സമയവും കാലത്തെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. പ്രാർത്ഥിക്കാൻ വന്നിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഈ കടബാധ്യതയാണ് നമ്മുടെ ഉള്ളിലുള്ള ഏറ്റവും വലിയ ഇത്. പള്ളിയിൽ പോയാൽ പ്രാർത്ഥിക്കാനോ ആൾക്കാരെ കാണാനോ ആൾക്കാരോട് സംസാരിക്കാനോ ഒന്നും സന്തോഷമില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ ഈ കടബാധ്യത വന്നു കഴിഞ്ഞാൽ അതൊരു ഭയങ്കരമായിട്ടുള്ള ഒരു ബന്ധനം. ഞാൻ ഈ സാക്ഷ്യം ഈ ഭാഗം പറയാനുള്ള ഒരു കാരണം, യഥാർത്ഥത്തിൽ സാക്ഷ്യം ഇത് കഴിഞ്ഞിട്ടാണെങ്കിലും പക്ഷെ ഇത് പറയേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് എൻ്റെ ഉള്ളിൽ വളരെയധികം ഇത് തോന്നിയിട്ടാണ് ഇത് പറയുന്നത്. കാരണം കടബാധ്യത വന്നാൽ നമ്മൾ പല വീട്ടുകാർ കുടുംബം അടച്ച് അവര് ആത്മഹത്യ ചെയ്യുന്ന കാണാം. നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാവും ഇത് എന്തുകൊണ്ടാണെന്ന്. പക്ഷേ ഇതൊരു വല്ലാത്ത ബന്ധനമാണ്. അതായത് നമ്മൾക്ക് മുമ്പോട്ട് പോവാൻ കഴിയില്ലടാ, നീ തീർന്നു, നീ ഇതോടുകൂടെ തീർന്നു, നിനക്ക് ഇതൊരിക്കലും തീർക്കാൻ കഴിയില്ല, നിന്റെ ജീവിതം ഇതോടുകൂടെ അവസാനിച്ചു എന്ന് പറയുന്ന ദിവസങ്ങൾ എത്രയോ ദിവസങ്ങളുണ്ട്. ഇതിൽ നിന്ന് നിനക്ക് രക്ഷയില്ല എന്ന് പറയുന്ന ദിവസങ്ങൾ എത്രയോ ഉണ്ട്. അതുകൂടാണ്ട് ആൾക്കാരുടെ വിളി, ആൾക്കാരെ കാണാം എന്ന് കൊടുക്കും. പക്ഷേ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, ഈ കടബാധ്യത എൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ ഞാൻ ദൈവത്തിലായതുകൊണ്ട് ഞാൻ ഒരിക്കലും ഒരാളെയും ഒളിച്ച് നടന്നിട്ടില്ല. അതായത് ഒരാൾ എന്നെ തല്ലിയാൽ പോലും ഞാൻ തല്ലുകൊള്ളാൻ തയ്യാറാണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ അയാൾക്ക് കാശ് കൊടുക്കാനുള്ളതുകൊണ്ടാണല്ലോ അയാൾ എന്നെ വിളിക്കുന്നത്. അപ്പം ഞാൻ അയാൾക്കൊരു ഡേറ്റ് കൊടുത്താൽ ആ ഡേറ്റിന് എനിക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ, പ്രത്യേകിച്ച് ഞാൻ ഏറ്റവും വലിയ കടം ബാധ്യതയുള്ള ആളുടെ അടുത്ത് ഞാൻ അവിടെ പോയി, അയാളുടെ അടുത്ത് പോയിട്ട് 2 ദിവസം മുമ്പേ പോയി, എത്ര ദൂരമാണെങ്കിലും മംഗലാപുരം വരെ ഞാൻ പോയി കണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് തരാൻ പറ്റില്ല, എന്നോട് ക്ഷമിക്കണം. അപ്പോൾ ഞാൻ അവിടെ ചെന്നിരുന്ന് 2 ദിവസം മുമ്പേ പറയുമ്പോൾ അവർക്ക് എന്നോട് ഒരു സഹതാപം കുറച്ച് ഉണ്ടായിട്ടുണ്ട്.
അതുകൊണ്ട് തന്നെ ഞാൻ അതേ സമയത്ത് ഞാൻ ഒളിച്ചു നടക്കുകയും അവരുടെ ഫോൺ കിട്ടാതിരിക്കുകയും ചെയ്ത അവർ പല രീതിയിലും അവർ ആൾക്കാരെ വിടും, അവർ ഗുണ്ടകളെ വിടും, ഇതെല്ലാം ചെയ്യും. ഇതെനിക്കറിയാം. പക്ഷെ അതിനു മുമ്പേ ഞാൻ അവിടെ പോയി ഞാൻ ഓരോരുത്തരോടും പറഞ്ഞ് എൻ്റെ കടബാധയെക്കുറിച്ച് ഞാൻ എങ്ങനെയെങ്കിലും വീട്ടാം, എൻ്റെ സ്ഥലം വിറ്റിട്ട് വീട്ടാം എന്നൊക്കെ പറഞ്ഞ് അവരോട് പറഞ്ഞ് അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ മൊത്തത്തിലുള്ള കടം എല്ലാം കൂടി എടുത്തിട്ട് അതിൽ ഈ ചെറിയ ചെറിയ ആൾക്കാരെ എല്ലാവരുടെയും കടം വീട്ടിൽ കളയാം. അപ്പോൾ കുറേ ആൾക്കാരുടെ വിളി കുറയും. അങ്ങനെ ചെയ്തു. അങ്ങനെ ചെയ്തിട്ട് രണ്ടുപേരുടെ വലിയ കടം എൻ്റെ മുമ്പിൽ നിൽക്കുക. അപ്പോഴും 10 ലക്ഷത്തിൽ കൂടുതൽ കടമുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാനത് വളരെ വിഷമത്തോടുകൂടി ഞാൻ എങ്ങനെ ചെയ്യും എന്ന് വിചാരിക്കുന്ന സമയത്ത് എൻ്റെ വണ്ടികളായിരുന്നു ഉണ്ടായിരുന്നത്. അതിലൊരു വണ്ടി ആക്സിഡൻ്റ് ആയി. ആക്സിഡൻ്റ് ആയെന്ന് പറഞ്ഞാൽ അതിൻ്റെ ചാസി വരെ ഒടിഞ്ഞുപോയി. അങ്ങനെ വണ്ടി ഇതായപ്പോൾ ഞാൻ വിചാരിച്ചു, എൻ്റെ ദൈവമേ, ഞാൻ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്? ഞാൻ ഏറ്റവും അവസാനം ഇത് അവർക്ക് എഴുതി കൊടുക്കാമെന്ന് വരെ വിചാരിച്ചിരിക്കുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ആക്സിഡൻ്റ് ആയി. ഞാനത് വർക്ക്ഷോപ്പിൽ കയറ്റി, ആരെ അറിയിക്കാതെ വർക്ക്ഷോപ്പിൽ കയറ്റി പണിത് ഇറക്കി. ഞാൻ ആ പണിയിൽ ഒരു കള്ളത്തരവും ചെയ്തില്ല. പുതിയ ചാസി വാങ്ങിച്ച് അതിൻ്റെ ഇതിട്ട് സത്യസന്ധതയോട് തന്നെ ഞാൻ ചെയ്തു. അല്ലാണ്ട് വേറെ ആൾക്ക് കൊടുക്കുവാണല്ലോ എന്ന് വിചാരിച്ചാൽ അത് ചെയ്തില്ല. അവരെന്ത് ചെയ്തു, അവരിത് അന്വേഷിച്ച് കണ്ടുപിടിച്ചു എൻ്റെ വണ്ടി ഇവിടെയുണ്ട്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവരവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ ആ വർക്ക്ഷോപ്പുകാരൻ അവരോട് പറയാം, ഞങ്ങൾ സാറിനോട് പറഞ്ഞാൽ ഇത് എന്തെങ്കിലും ഇതിൻ്റെ ചാസി വലിയ വിലയാണ്, അത് ബെൻഡ് നിവർത്തി ഇടാന്ന് പറഞ്ഞാൽ, പക്ഷെ പുള്ളി സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഈ ന്യൂസ് തിരിച്ച് അയാൾക്ക് കിട്ടി. അങ്ങനെ അയാള് എനിക്ക് എപ്പോഴാണ് തരാൻ പറ്റുക എന്ന് വെച്ചാൽ തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അയാൾക്കായിരുന്നു ഞാൻ ഏറ്റവും അധികം കൊടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ സ്ഥലം വിറ്റു, ബാങ്കിലെ കടങ്ങളെല്ലാം വീട്ടി. അത് കഴിഞ്ഞ് പക്ഷേ ഈ സ്ഥലം വിറ്റതുകൊണ്ടൊന്നും എൻ്റെ കടം തീരൂല. കാരണം ഇന്നത്തെ പോലെ അല്ല അന്നത്തെ സ്ഥലത്തിൻ്റെ വില. അങ്ങനെ എന്നിട്ടും ബാക്കി വന്നു. എൻ്റെ വണ്ടികളെല്ലാം ഞാൻ അയാൾക്ക് കൊടുത്തു. ആ സമയത്ത് ഭാഗ്യത്തിന് അവിടെ ഒരു മസ്കറ്റിൽ നിന്ന് ഒരു അറബി വന്നിട്ട് എൻ്റെ ബിസിനസ് അയാൾ വന്ന സമയത്ത് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു വെച്ചാൽ, ആ സമയത്ത് കുറേ അധികം കാശ് കിട്ടി. അപ്പൊ ഞങ്ങൾ അന്ന് ഈ ചെമ്മീൻ കച്ചവടക്കാരും മീൻ കച്ചവടക്കാരും ആയതുകൊണ്ട് എല്ലാം രൂപയിലാണ്, രൂപ നോട്ടാ. അപ്പൊ അന്ന് വണ്ടിയിൽ ഈ സൈക്കിളിൽ ചാക്കിൽ കെട്ടിയാ കൊണ്ടുവരുന്നത്. അപ്പൊ ഈ അറബി നിൽക്കുമ്പോ ഇയാള് ഈ ചാക്കിൽ കെട്ടി ഇത് കൊണ്ടുവന്ന് കണ്ടപ്പോഴേക്കും അയാള് വിചാരിച്ചു, അയ്യോ, ഇത് ഞാൻ ഏതാണ്ട് വളരെ ഭയങ്കര ഒരു കാശുകാരനാണെന്ന് അയാൾക്ക് തോന്നി. കാരണം ചാക്കിൽ കെട്ടി കൊണ്ടുവന്ന അപ്പൊ ചാക്കിനകത്ത് മുഴുവൻ കാശാ. ഇതെല്ലാം വേറെയുള്ളത് എൻ്റെ കാശുമല്ല, ഇതെല്ലാം വേറെ ആൾക്കാർക്കുള്ള. എന്തായാലും അയാൾക്ക് തോന്നി ഇതൊരു എനിക്ക് ഞാനൊരു നിസ്സാരക്കാരനല്ലെന്ന് അയാൾക്ക് തോന്നിക്കാണും. എന്തായാലും അയാള് ഇവിടെ വന്ന് എനിക്കൊരു വിസിറ്റ് വിസ അയച്ച് ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് ചെന്നു. അവിടെ ചെന്ന് ഇവിടെ മസ്കറ്റിൽ വന്ന് ഈ ആദ്യത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ, ആദ്യത്തെ ഒരു സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ കടബാധയിൽ അപ്പോൾ ഈ കടബാധയിൽ വന്ന് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ പറയുന്ന ഒരു കാര്യമാണ്, നീ രക്ഷപ്പെടില്ല, നീ ഒരിക്കലും രക്ഷപ്പെടില്ല, നിന്റെ അവസാനം ഇതോടുകൂടിയാ. ഏറ്റവും നല്ലത്, ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്, അടിയിലെങ്ങാനും അടിഭാഗം അങ്ങ് പിളർന്ന് അകത്ത് പോയാലോ. അപ്പോഴും ഞാൻ പറഞ്ഞു, അയ്യോ ദൈവമേ, അങ്ങനെയല്ല, അങ്ങനെ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ ദൈവത്തോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പിശാച് എപ്പോഴും പറയും നീ രക്ഷപ്പെടില്ലെന്ന്. പക്ഷേ ഒരു കാര്യം സത്യമാണ്, നമ്മളെ ദൈവം ജീവിക്കാനായിട്ട്, ദൈവത്തിന് വേണ്ടി ജീവിക്കാനായിട്ടാണ് നമ്മൾ നിർമ്മിച്ചത്, നമ്മളെ ഉണ്ടാക്കിയത്. എന്നാൽ ദൈവത്തോടു കൂടി ആയിരിക്കാൻ. എന്നാൽ നമ്മുടെ സ്വന്തമായിട്ടുള്ള തീരുമാനങ്ങളാണ് ഇങ്ങനെയുള്ള ഈ കടബാധയിലെല്ലാം പോയി വീഴാനുള്ള ഒരു കാരണം. അപ്പോൾ ഇത് നമ്മൾ ഇന്ന് രക്ഷപ്പെടില്ല എന്ന് വിചാരിച്ചാലും ഇത് ദൈവത്തിന് നിസ്സാരമായിട്ട് ചെയ്യാനേ കഴിയുള്ളൂ.
നിസ്സാരമായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അതെപ്പോഴും വിചാരിക്കണം. ഇത് യേശു പറയുന്നുണ്ട്, ഒട്ടകം സൂചിക്കുഴിയിലൂടെ കിടക്കുന്നതിന് ധനവാനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് അത് പറയുന്നത്. ശിഷ്യന്മാരെല്ലാവരും പറഞ്ഞു, അയ്യോ ഇങ്ങനെയാണെങ്കിൽ വലിയ കഷ്ടമാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞൊരു വാക്ക്, എന്നാൽ ദൈവത്തിന് സകലതും സാധ്യം. ഒട്ടകം സൂചിക്കുഴിയിൽ കൂടെ കടക്കുമോ? നിന്റെ കടബാധ്യത തീർക്കാൻ ദൈവത്തിന് കഴിയുമോ? 100% ദൈവത്തിന് കഴിയും. അത് നമ്മൾ വിചാരിക്കും ഇന്നും നാളെ നമ്മളുടെ മുമ്പിൽ 1 മാസം 2 മാസം 1 കൊല്ലമൊക്കെ ആയിരിക്കും. പക്ഷെ ദൈവം നീക്കിക്കളയുന്നത് സ്വപ്നം പോലെയായിരിക്കും. നമ്മളുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും പിന്നെ തിരിഞ്ഞു നോക്കേണ്ട ഒരു അവസ്ഥ നമ്മളുടെ ജീവിതത്തിൽ വരില്ല. കാരണം എന്താ വെച്ചാൽ ദൈവം നീക്കുമ്പോൾ പിന്നെ നമ്മൾ ആ കടബാധയിൽ പോയി വീഴുക എന്ന് പറയുന്നത് അസാധ്യമായി. അതുപോലെ ദൈവം നീക്കിക്കളയും. ഇത് എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയണം. ഞാൻ കടബാധയിൽ ഒരു 5-6 കൊല്ലത്തോളം ഞാൻ കടബാധയിൽ കിടന്നു. 1 കൊല്ലോ 2 കൊല്ലോ അല്ല. പക്ഷേ ഞാൻ അപ്പോഴും ഇവിടെ മസ്കറ്റിൽ ആദ്യം വന്ന് ഇറങ്ങുമ്പോൾ, ഇവിടെ ഫ്ലൈറ്റിൽ വന്ന് ഇറങ്ങുമ്പോൾ ആദ്യം ഞാൻ ചിന്തിച്ചത്, ദൈവമേ, ഞാൻ എന്ന് ഈ കടബാധയിൽ നിന്ന് മാറിയിട്ട് ഞാൻ ഇവിടുന്ന് ഫ്ലൈറ്റ് കയറും എന്ന് എൻ്റെ മനസ്സിൽ ഞാൻ വിചാരിച്ച് ഇവിടെ വന്നിട്ടുണ്ട്. എന്നാൽ ദൈവം അതിൽ നിന്നെല്ലാം എങ്ങനെ അനുഗ്രഹിച്ചു എന്നുള്ളതിനേക്കാളൊക്കെ ഉപരി എന്നെ ആത്മീയമായിട്ട് ദൈവം അധികമായിട്ട് എന്നെ അനുഗ്രഹിച്ചു. പിന്നീട് ഒരു കടബാധയിൽ ചെന്ന് വീഴാനുള്ള ഒരു വഴി ദൈവം ഉണ്ടാക്കിയില്ല. ഇത് ഞാൻ എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് വെച്ചാൽ ഇതൊരു സത്യമാണ്. ആർക്കെങ്കിലും നിരാശ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്നെ വിളിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരു കാരണവശാലും നിങ്ങളുടെ ജീവിതം ഇതുകൊണ്ട് തീരുമെന്ന് വിചാരിക്കരുത്. നിങ്ങൾക്ക് ഇനിയും ഒരു ജീവിതമുണ്ട്, എന്നെപ്പോലൊരു ജീവിതമുണ്ട്, എന്നെപ്പോലൊരു സാക്ഷി പറയാൻ നിങ്ങൾക്ക് ഇനിയും ഒരു അവസരം നിങ്ങൾക്കുണ്ട്. ആ അവസരം നിങ്ങൾ അത് ഉപയോഗിക്കണം. ഏതെങ്കിലും ഒരു ഇടുക്ക് വഴി നമ്മുടെ ജീവിതത്തിലൂടെ വന്നാൽ അതിലാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം നമ്മൾക്കായി വെച്ചേക്കണേ. അല്ലാണ്ട് ഒരു പ്രയാസം വരുമ്പോൾ അത് നമ്മൾക്ക് ഭാരമായിട്ടല്ല, പകരം ദൈവം അതിനകത്ത് വരുമ്പോൾ അത് മുഴുവൻ ഒരു ഷാഡോ പോലെ, ഒരു നിഴല് പോലെ ദൈവം മാറ്റിക്കളയും. പിന്നീട് അങ്ങനെ ഞാൻ ഈ ഒമാനി വന്ന് ഞാൻ ഇവിടെ വന്ന് ഇറങ്ങി. ഇവിടെ വന്ന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് എനിക്ക് മനസ്സിലായത്, ഈ ഒമാനി ഇവിടെ പോലീസിന് വേണ്ടപ്പെട്ട ഒരാളാണ്. വേണ്ടപ്പെട്ട ഒരാളെന്ന് പറഞ്ഞാൽ പോലീസ് അന്വേഷണം എടുക്കുന്ന ഒരാളാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇയാളുടെ ഓഫീസിലിരിക്കുമ്പോൾ പോലീസ് കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ ചോദിച്ചു, എന്താ ഈ പോലീസ് ഇങ്ങനെ കയറി ഇറങ്ങണേന്ന് ചോദിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്തൊക്കെയോ, പക്ഷെ എന്താണ് മുഴുവനായിട്ട് എനിക്ക് അറിയത്തില്ല. അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ നിൽക്കുന്ന ഒരാൾ പറഞ്ഞു, ഇത് ഇയാളെ അന്വേഷിച്ചാണ് വരുന്നത്. പിന്നീട് എന്നോട് കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇയാളിങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഇയാൾക്കുണ്ട് എന്നൊക്കെ പറഞ്ഞു. കുറേ പ്രശ്നങ്ങളുണ്ട്, അതാണ് പോലീസ് വരുന്നത്. അപ്പം എനിക്ക് തോന്നി, ദൈവമേ, ഞാൻ ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല. അപ്പം തന്നെ ഇത് വിസിറ്റ് വിസ ആയതുകൊണ്ട് ഞാൻ ഉടനെ തന്നെ അടുത്ത ഫ്ലൈറ്റ് കയറി ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞിട്ട് ഞാൻ പുള്ളിയുടെ ബ്രദറിനോട് പറഞ്ഞു, നിങ്ങളുടെ വിസ അയച്ചു തന്ന് ഞാൻ അതിൽ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിയുടെ ബ്രദറിൻ്റെ വിസ അയച്ചു തന്നു. അങ്ങനെ വിസ അയച്ചു തന്നു. പിന്നെയും വിസിറ്റ് വിസയാണ്. അങ്ങനെ കാശില്ലാത്ത സമയത്ത് കടബാധ്യത കൂടുതൽ ഓരോ ദിവസവും കടബാധ്യതകൾ കൂടി വരിക, കുറയുന്നേ ഇല്ല. കാരണം എന്ന് വെച്ചാൽ ഈ പോക്കിലും വരവിലും ഇങ്ങോട്ട് വരാനും ഇത് ചെയ്യാനും ഒക്കെ ആയിട്ട് എനിക്ക് കാശ് വേണം. അന്ന് ഈ കടബാധ്യത ഞാൻ നാട്ടിൽ ചെല്ലുമ്പോൾ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, കടിയപട്ടണം എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പീറ്റർ എന്ന് പറഞ്ഞ നല്ലൊരു മനുഷ്യനാണ്, വളരെ നല്ല മനുഷ്യനാണ്. അയാൾക്ക് കുറച്ച് കാശ് കൊടുക്കാനുണ്ട്. അയാൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ, അയാൾ വന്നു കഴിഞ്ഞാൽ അയാൾ എൻ്റെ വീട്ടിൽ വന്നിട്ട് ഒരു പെട്ടിയായിട്ടാണ് വരിക. വന്നിട്ട് ഫ്രണ്ടിൽ വന്നാൽ കിടക്കും. പുള്ളീനെ പറഞ്ഞിട്ട് കാര്യമില്ല, പുള്ളിക്ക് കാശ് കിട്ടാനുള്ളതുകൊണ്ടാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ പുള്ളി എൻ്റെ വീട്ടിൽ വരും. അപ്പം അവിടെ വന്നാൽ കിടക്കും. അവിടെ വന്ന് കിടന്നാൽ 3-4 ദിവസം അവിടെ വന്ന് കിടക്കും. ഭക്ഷണം കഴിക്കേണ്ട സമയമാകുമ്പോൾ മേശപ്പുറത്ത് വരും.
അവിടെ അവിടെ വന്നിരിക്കും. പുള്ളി അവിടെ വന്നിരുന്ന് കൊന്തചൊല്ലെല്ലാം കഴിഞ്ഞിട്ട് പിന്നെയും ആ, രാത്രി ഭക്ഷണത്തിന് അവിടെ വന്നിരിക്കും. അപ്പം ഞങ്ങൾ ഒരു ഗസ്റ്റിനെ പോലെ ഞങ്ങളങ്ങ് സ്വീകരിച്ചു. അപ്പോൾ അയാൾക്ക് ഉണ്ടായിരുന്ന കാശ് എനിക്ക് കൊടുത്തു തീർക്കാൻ അന്ന് പറ്റിയില്ല. പിന്നീട് ഞാൻ കൊടുത്തു, എന്നാലും കൊടുത്തു തീർക്കാൻ പറ്റിയില്ല. പക്ഷെ പുള്ളി ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ഓരോ അനുഭവങ്ങൾ, നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു പുറത്തുനിന്ന് ഒരാൾ വന്ന് നമ്മുടെ വീട്ടിൽ വന്ന് കിടക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി എത്രത്തോളം വലിയൊരു പ്രശ്നത്തിലൂടെ ഞാൻ കടന്നുപോയത്. അപ്പോൾ ദൈവം നടത്തുന്ന, ദൈവത്തിന് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിലില്ല. ഇന്ന് എനിക്ക് അയാൾക്ക് ഞാൻ കാശ് കൊടുക്കാനില്ല. അയാളുടെ കാശ് മുഴുവൻ കൊടുത്തു തീർന്നു. വളരെ നല്ല മനുഷ്യനാണ്. അയാൾക്ക് എന്നോട് വളരെ നല്ല സ്നേഹമാണുള്ളത്. പക്ഷേ ഞാൻ പറയുന്നത്, ഈ സമയത്തും എൻ്റെ കടം കൂടിക്കൊണ്ടിരിക്കുക. ഇവിടെ വന്നിട്ടും ഞാൻ ഒരു സെറ്റായില്ല. അപ്പോൾ അങ്ങനെ വന്ന് 4-5 തവണ ഞാൻ ഇവിടെ മസ്കറ്റിൽ വന്നിട്ട് എനിക്ക് ഒരു കാരണവശാലും ഇവിടെ ഒരു ബിസിനസ് നടത്താൻ എനിക്ക് കഴിഞ്ഞില്ല. ബിസിനസ് എനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ല. അപ്പോൾ ഇവിടെ വന്ന് ഇയാൾക്ക് വിസ കിട്ടൂല. ഇയാൾക്ക് എന്ത് ചെയ്താൽ വിസ കിട്ടൂല. എനിക്കൊരു വിസയ്ക്ക് വേണ്ടി ഞാൻ 1.5 കൊല്ലം 5 തവണ പോയി വന്നിട്ടും വിസ കിട്ടിയില്ല. ഞാൻ എന്തെങ്കിലും ബിസിനസ് അവിടെ തുടങ്ങും, തിരിച്ചു വരുമ്പോഴേക്കും ഞാൻ ഒന്ന് നാട്ടിൽ പോയിട്ട് 15 ദിവസം 20 ദിവസം വിസ മാറി വരുമ്പോഴേക്കും അവിടുത്തെ എല്ലാം പോയിട്ടുണ്ടാവും. എൻ്റെ ബിസിനസ്സും പോയി, എല്ലാം പോയിട്ടുണ്ടാവും. അങ്ങനെ ഒരു വിസ കിട്ടാണ്ടായി ഞാൻ അങ്ങനെ വളരെ വിഷമിച്ചിരിക്കുമ്പോൾ ഇവിടുത്തെ ഒരു ഷെയ്ക്കുമായിട്ട് പരിചയപ്പെടാനിടയായി. അങ്ങനെ ആ ഷെയ്ക്കുമായിട്ടുള്ള പരിചയപ്പെടലും ബന്ധത്തിലും അയാൾ പറഞ്ഞു, അയാളുടെ ബിസിനസ്, അയാൾ നടത്തിയിരുന്ന ബിസിനസ്സിൽ എനിക്ക് അയാളെ പരിചയപ്പെടാൻ ഇടയായത് ഞാനൊരു ആവശ്യത്തിന് അയാളുടെ അടുത്ത് പോയപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ജീവിക്കാൻ പണിയൊന്നും, ഇവിടുന്ന് ചെന്ന് 2 മാസം അവിടെ പോയി നിൽക്കുമ്പോൾ ജീവിക്കാൻ ഒരു വകയില്ലാത്തതുകൊണ്ട് എന്തെങ്കിലും ഒരു ഇൻകം ഉണ്ടായെങ്കിൽ എനിക്ക് അവിടെ ജീവിക്കാൻ പറ്റുള്ളൂ. വളരെ ബുദ്ധിമുട്ടിയാണ് ജീവിച്ചത്. എന്ന് പറഞ്ഞാൽ ജീവിക്കാൻ ഞാൻ എങ്ങനെ പഠിച്ചെന്ന് ഞാൻ ചോദിച്ചാൽ, വളരെ ചെറിയ ഒരു സ്പേസ്, ഒരു ബെഡ് സ്പേസ്. ആ ബെഡ് സ്പേസിൽ 10-18 പേര് കിടക്കുന്ന ഒരു മുറിയിൽ, ഒരു ബെഡ് സ്പേസിൽ കിടക്കാൻ എൻ്റെ ദൈവം പഠിപ്പിച്ചു. ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. എന്നാൽ അത് കൂടാതെ വളരെ ചുരുങ്ങി ജീവിക്കും ദൈവം എന്നെ പഠിപ്പിച്ചു. വളരെ ചുരുങ്ങി എന്ന് പറഞ്ഞാൽ, ഞാൻ കാലത്തെ കഞ്ഞി ഉണ്ടാക്കും, അതിൻ്റെ കൂടെ ഒരു ചെറുപയറുണ്ടാക്കും, അതിൻ്റെ കൂടെ ഒരു ഇവിടെ ഞങ്ങൾ പറയുന്നത് തൈര്, മോര് ചെറിയ ടിന്നിൽ വാങ്ങിക്കും. ഇത് വാങ്ങിച്ചിട്ട് ഈ കഞ്ഞി, ഈ ഉപ്പ്, ഒരു പിക്കിള്, ഒരു ചെറുപയർ, ഇത് വെച്ചിട്ടാണ് ഞാൻ 3 നേരം കഴിക്കണം. ഒരു നേരം പുറത്തുനിന്ന് ഒരു മീൻ വറുത്ത് കൂട്ടാൻ ഞാൻ വളരെ ആഗ്രഹിച്ചിട്ടുണ്ട്. വളരെ ആഗ്രഹിച്ച്, കാശില്ല. കാരണം അതിന് പോലും കാശ് കൊടുക്കാനില്ല. ഇവിടുന്ന് കാശ് ഇതല്ല പോകുന്നത്. ഇവിടുന്ന് ഞാൻ കൊണ്ടുപോയിട്ടാണ് ഞാൻ ചിലവാക്കുന്നത്. അപ്പം അത് കാരണം എനിക്ക് അതിനുള്ള കാശില്ല. അങ്ങനെ അത്ര ബുദ്ധിമുട്ടി ഞാൻ ഒരു 1.5 വർഷക്കാലം ഇവിടെ ജീവിച്ചിട്ട് ഒരു വിസ കിട്ടിയില്ല. വിസ കിട്ടാതെ അങ്ങനെയാണ് ഈ ഷെയ്ഖിനെ പരിചയപ്പെടാനിടയായത്. അങ്ങനെ ഷെയ്ഖ് എന്നോട് പറഞ്ഞു, ബിസിനസ് ഇത് നന്നാക്കിയാൽ ഒരു യൂണിറ്റിന് എനിക്ക് 30 റിയാൽ വെച്ച് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനൊരു 2-3 ബിസിനസ് പിടിച്ചു കൊടുക്കും, അതിന് കുറച്ച് കാശ് കിട്ടും. അങ്ങനെ ഞാൻ ജീവിച്ച് പോന്നപ്പോൾ ഈ ഷെയ്ഖ് എന്നോട് ചോദിച്ചു, എൻ്റെ കൂടെ നിൽക്കാമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഇപ്പം ഇയാളോട് ചെയ്യുന്നത് ന്യായമായിട്ട് ചെയ്യണമല്ലോ. ഞാൻ മറ്റാളോട് പറഞ്ഞു, ഇനി അടുത്ത തവണ വിസിറ്റ് വിസ തരാൻ ശരിക്കുള്ള വിസ തരാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഷെയ്ഖിനോട് പറഞ്ഞു, ഇയാൾ വിസ തന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ കൂടാമെന്ന്. അങ്ങനെ ഞാൻ നാട്ടിൽ വന്ന് അയാൾക്ക് വിസ എനിക്ക് തരാൻ പറ്റിയില്ല. ഏറ്റവും അവസാനം ഷെയ്ഖിനോട് ഞാൻ യെസ് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ അയാളുടെ ഇതിൽ വരുന്നത്. അങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ പുള്ളി കടന്നു വരുന്നത്. ഈ ഷെയ്ഖ് എന്ന് പറഞ്ഞ ആൾ. പക്ഷേ അയാൾ ഷെയ്ഖ് ഫാമിലിയിൽ പെട്ട ആളാണ്. വളരെ പേരും പെരുമയും സമ്പത്തും പവറും ഒക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഇരുന്ന് ഞാൻ അയാളുമായിട്ട് ഞാൻ ബിസിനസ് ചെയ്തപ്പോൾ
എന്നോട് പറഞ്ഞു, ശമ്പളം എനിക്ക് തരാൻ പറ്റില്ല, ബിസിനസ് തന്നെ ഉണ്ടാക്കണം, അതിൽ നിന്ന് ചെലവെടുക്കണം. അങ്ങനെ അങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ഞാൻ പുള്ളിയായിട്ട് തുടങ്ങിയത്. അങ്ങനെ ഞാൻ ബിസിനസ് ഡെവലപ്പ് ചെയ്യണം, ഞാൻ തുടങ്ങണം. അപ്പോൾ ആദ്യ സമയത്തെല്ലാം ഞാൻ നടന്ന്, ഇവിടെ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ല, ഇവിടുത്തെ ചൂടും ഇതും എല്ലാം എല്ലാവർക്കും അറിയാം, വളരെ ചൂടുള്ള സമയമാണ്. എന്നാൽ പോലും അയാൾ എനിക്കൊരു ഹെൽപ്പ് പോലും ചെയ്തിട്ടില്ല. ഞാൻ തന്നെ പോയി കണ്ടുപിടിച്ച്, ഞാൻ തന്നെ വെയിലത്ത് ഒരു തവണ ഇവിടെ 1 കിലോമീറ്റർ നടക്കുക എന്ന് പറഞ്ഞാൽ, വെയിലത്ത് നടക്കുക എന്ന് പറഞ്ഞാൽ ഞാനൊരു തവണ തല ഇറങ്ങിപ്പോയി. എന്താ പറ്റുന്ന വെച്ചാൽ ഇവിടുത്തെ വെയിലത്തെ ചൂട് ഭയങ്കര 40, 44, 45 ഡിഗ്രി ചൂടാണ്. ആ ചൂടത്ത് എനിക്ക് കാശ് കൊടുത്ത് വണ്ടി കയറാനുള്ള കാശ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ നടന്നിട്ട് ഞാൻ തല ചുറ്റിയ ഒരു സമയം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എന്നിട്ട് അപ്പോൾ ഇയാളുടെ കൂടെയുള്ള ഇതില് അയാള് ആ ബിസിനസ് തുടങ്ങാനായിട്ട് കുറച്ച് കാശ് ഓരോ ബിസിനസ്സിന് വളരെ സൂക്ഷിച്ച് അയാൾ ഇട്ട് തന്ന് ഞാനത് തുടങ്ങി ബിസിനസ് ലാഭത്തിലേക്ക് വന്നു. ഞങ്ങളെ സംബന്ധിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അയാളാണ് എനിക്ക് ഏറ്റവും വലിയ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആളായിട്ട് അയാളങ്ങായിപ്പോയി. കാരണം അയാൾ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യും. അയാൾക്ക് പവറുണ്ട്, അയാൾക്ക് ഇൻഫ്ലുവൻസ് ഉണ്ട്. അങ്ങനെയുള്ള എല്ലാ ഇതും അയാൾക്കുള്ളത് കൊണ്ട് അയാള് എൻ്റെ ജീവിതത്തിൽ അയാള് ദൈവത്തിന് പകരം ഞാൻ മാറ്റി സ്ഥാപിച്ചു എന്ന് തന്നെ പറയാം. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു വീഴ്ച ഉണ്ടായത് ഞാൻ അയാൾക്ക് കൊടുത്ത ഇമ്പോർട്ടൻസാണ്. ഞങ്ങൾക്ക് ഇവിടെ വെള്ളിയാഴ്ചയാണ് ആരാധന. വെള്ളിയാഴ്ച ദിവസം ഇയാൾ എന്നോട് വരാനായിട്ട് പറഞ്ഞാൽ ഞാൻ അന്നത്തെ ദിവസം പള്ളിയെല്ലാം വിട്ടിട്ട് ഞാൻ അയാളുടെ പുറകെ പോകും. അങ്ങനെ എൻ്റെ ആരാധന എല്ലാം സ്കിപ്പായി. ഇയാളാണെങ്കിൽ എനിക്ക് 12 മണിക്കൂർ ജോലി ചെയ്താലും പോരാ, പിന്നെയും കൂടുതൽ ബിസിനസ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് അയാള് എന്നെ വെള്ളിയാഴ്ചയും ബാക്കിയുള്ള ദിവസമെല്ലാം എനിക്ക് രാത്രി കാലത്ത് മുതൽ വൈകുന്നേരം വരെ എനിക്ക് ഈ ബിസിനസ് കാര്യത്തിന് വേണ്ടി എൻ്റെ സമയം, പ്രാർത്ഥനയില്ല, കാലത്ത് എഴുന്നേറ്റാലുള്ള പ്രാർത്ഥനയില്ല, രാത്രി വന്ന് കിടക്കുന്നത് മിക്കവാറും മോള് കിടന്ന് ഉറങ്ങിയിട്ടുണ്ടാവും, ഭാര്യ വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു സമയം എനിക്കുണ്ടായി. ആ സമയത്തിൽ എനിക്കതൊരു തെറ്റായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം എൻ്റെ ജീവിതത്തിൽ ഒരു അടിസ്ഥാനം ഉണ്ടാക്കാൻ വേണ്ടിയാണല്ലോ ഞാനിത് ചെയ്യണേന്ന് വിചാരിച്ച് കൂടുതലായിട്ട് ഞാൻ അതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോ അതിനകത്തുള്ള ഒരു പ്രോബ്ലം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത് എന്നാ വെച്ചാൽ, എന്നെ രക്ഷിച്ച എൻ്റെ ദൈവത്തിന് പകരം ഇന്ന് ആരാ എൻ്റെ ദൈവം? എൻ്റെ ദൈവം അയാളായിട്ട് മാറി. അയാളുടെ ആവശ്യങ്ങൾ ഇത് ഞാൻ അറിയാതെ സംഭവിച്ച. റോമാലേഖനം 1:23 പറയുന്ന പോലെ ദൈവത്തിന്റെ ആ മഹിമയെ മാറ്റിയിട്ട് കറപ്റ്റബിൾ ആയിട്ടുള്ള മനുഷ്യന്റെ ഇമേജ് ആയിട്ട് മാറ്റി. എൻ്റെ ജീവിതത്തിൽ വന്നിരിക്കുന്ന ഏറ്റവും വലിയ ഒരു ആരാധനാമൂർത്തി എന്ന് പറയുന്നത് ഇയാളാണ്. ഇയാൾ വിളിച്ചോ എന്ന് പറഞ്ഞാൽ ഞാൻ അപ്പോൾ ഫോൺ എടുക്കും, അത് ചർച്ചിലാണെങ്കിലും എവിടെയാണെങ്കിലും. അപ്പോൾ അങ്ങനത്തെ ഒരു അനുഭവത്തിലേക്ക് ഞാൻ മാറിപ്പോയി. അപ്പൊ ഞാൻ പലപ്പോഴും, പ്രത്യേകിച്ച് ചർച്ചിലാണെങ്കിലും ഒരു പ്രത്യേകതയുണ്ട്, TPM പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ പാസ്റ്റർ തുടങ്ങി പാസ്റ്റർ അവസാനിപ്പിക്കും. നമുക്ക് അവിടെ യാതൊരു വേലയോ മിനിസ്ട്രിയോ ഒരു പ്രാർത്ഥന പോലും ഇല്ല. അപ്പോൾ സാക്ഷ്യം പറയൽ മാത്രമേ നമ്മളുടെ ഒരു മിനിസ്ട്രി ആയിട്ട് അവിടെ ഉള്ളൂ. അപ്പൊ അത് കാരണം അവിടെ പോയി ഇരിക്കുക, പോരുക. അവിടെ പോയി ഇരുന്ന് പോന്നു കഴിഞ്ഞാൽ ഞാൻ പുതിയ യെരൂശലേമിലേക്കുള്ള ഒരാളായിട്ട് മാറി. അതാണ് ആ വിശ്വാസം. ഞാൻ അതിനൊരു തെറ്റായിട്ട് പറയല്ല, പകരം എൻ്റെ ജീവിതത്തിലുള്ള എൻ്റെ ആ പ്രധാനപ്പെട്ട സ്ഥാനം ദൈവം മാറിപ്പോയപ്പോ ഇതെല്ലാം പ്രശ്നമായിട്ട് വന്നേ ഞാൻ പറയുന്നുള്ളൂ. ഇതെല്ലാം പ്രശ്നമായിട്ട് വന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ TPM എനിക്ക് വളരെ സൗകര്യമുള്ള ഒരു സഭയായി. കാരണം വെച്ചാൽ അവിടെ പോയി എനിക്കൊന്നും ചെയ്യാനില്ല, അവിടെ പോയി ഇരുന്നു പോന്നു.
അപ്പൊ പാസ്റ്റർ മുമ്പിലും ദൈവത്തിന്റെ മുമ്പിലും ഞാൻ നല്ലവനായി, ദൈവത്തിന്റെ മുമ്പിലല്ല, പാസ്റ്റർ മുമ്പിൽ. അപ്പൊ ചുരുക്കം ചുരുക്കം പറഞ്ഞാല് എൻ്റെ ജീവിതം ഞാൻ ആർക്ക് കൊടുത്തു? ഞാൻ എൻ്റെ ജീവിതം ആ, ആ, ഇയാൾക്ക് കൊടുത്തു. ഇയാൾക്ക് ഞാൻ ബിസിനസ് നന്നാക്കി വന്നപ്പോ ഇയാൾക്ക് ഞാൻ ഇപ്പൊ ചെയ്യുന്ന ബിസിനസ് പോരാ, ഇയാൾ കാശിടാൻ തയ്യാറാണ്. അപ്പൊ ഇയാൾ ഓരോന്നായിട്ട് ഇയാൾ എന്നോട് സൂപ്പർ മാർക്കറ്റ് തുടങ്ങാൻ പാടില്ലേ, അത് അങ്ങനെ ഇയാൾ ഓരോന്നും എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ തുടങ്ങി. ഇങ്ങനെ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് കയറി. സൂപ്പർ മാർക്കറ്റിലേക്ക് കയറിയപ്പോഴേക്കും 12 മണിക്കൂർ പോരാ, അതിനേക്കാളും കൂടുതൽ സമയം ഉണ്ടെങ്കിൽ പോലും തീരൂല. കാരണം വെച്ചാൽ രാത്രി 11 മണിയാവും അടയ്ക്കാൻ, കാലത്തെ 8 മണിക്ക് തുറക്കും. ഇതിനു മുമ്പ് ഇതെല്ലാം ശരിയാക്കി സെറ്റ് ചെയ്ത് സൂപ്പർ മാർക്കറ്റ് ഓപ്പൺ ചെയ്യണം. അപ്പൊ അങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷത്തേക്ക് വന്നപ്പോഴേക്കും എൻ്റെ എൻ്റെ എല്ലാവിധമായിട്ടുള്ള ആത്മീയമായിട്ടുള്ള എല്ലാം പോയി എന്ന് തന്നെ പറയാം. പക്ഷെ എൻ്റെ ഉള്ളില് ഒരു പ്രത്യേകത എന്നാ വെച്ചാൽ ഈ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് പരിശുദ്ധാത്മാവ് ഇതിനൊന്നും സാക്ഷിയല്ല. കാരണം ഞാൻ പരിശുദ്ധാത്മാവിനെ തള്ളി നിർത്തിയേക്കുക. പരിശുദ്ധാത്മാവിന്റെ ഓരോ എൻ്റെ ഉള്ളില് നീ ശരിയല്ല, നിന്റെ പോക്ക് ശരിയല്ല എന്നൊക്കെ എന്നോട് ദൈവം സംസാരിക്കുന്നുണ്ട്. എന്നാൽ എങ്ങനെ ഇനി ഇതിൽ നിന്ന് വിടുവിക്കും? കാരണം വെച്ചാൽ ഇതെല്ലാം ഒരു ബന്ധനമായിട്ട് അങ്ങ് മാറി. ബന്ധനമായിട്ട് മാറി എന്ന് പറഞ്ഞാൽ ഞാൻ അറിയാതെ വന്നു പെട്ടതാ. നന്മയ്ക്കായിട്ട് ചെയ്തതാണെങ്കിലും അറിയാതെ. ഇന്നിപ്പം നമ്മളിൽ പലരും പല ഫാമിലീസിനെയും ഞാൻ ഇന്ന് ഉപദേശിക്കാറുണ്ട്. ഭാര്യയും ഭർത്താവും ജോലി, ഭാര്യ നൈറ്റ് ഡ്യൂട്ടി, ഭർത്താവ് പകല് ഡ്യൂട്ടി. ഇവര് തമ്മിൽ കാണുന്നില്ല, മക്കൾ എന്താ ചെയ്യുന്നതെന്ന് അറിയുന്നില്ല. ഇന്നലെ പോലും ഒരു 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 ഫാമിലിനെ അങ്ങനെ ഇത് ചെയ്യാൻ ഇടയായി. അങ്ങനെ അവരോട് റിസൈൻ ചെയ്യാൻ, അവരുടെ ഉള്ള കാശ് കൊണ്ട്, ഒരാളുടെ കാശ് കൊണ്ട് ജീവിക്കാൻ പഠിക്കാൻ പറഞ്ഞു. എൻ്റെ ജീവിതത്തിൽ വന്ന ഒരു വലിയ പാഴ്ചയായിപ്പോയി അത്, എൻ്റെ ദൈവത്തെ വിട്ടിട്ട്. അങ്ങനെ ഇരുന്ന് ഞാനൊരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങി. അങ്ങനെ ഈ സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയപ്പോൾ അവിടെ ഞങ്ങൾക്ക് ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ എല്ലാ സാധനങ്ങളും വിൽക്കാം. ഏത് സാധനങ്ങളും ലീഗലായിട്ടുള്ള എല്ലാം വിൽക്കാം. അപ്പൊ ടെലിഫോൺ കോളിംഗ് കാർഡ്സ് ഇതെല്ലാം വിൽക്കാം. ആ സമയത്ത് 2003 ഈ ആദ്യമായിട്ട് ഇന്റർനെറ്റ് ഉപയോഗിച്ച് വിളിക്കുന്ന ഒരു ഇത് തുടങ്ങി. അപ്പോൾ അത് ഇവിടെ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇവിടെ അത് ഇല്ലീഗലായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല. കാരണം വെച്ചാൽ ഇവിടെ ഇവര് 1 മിനിറ്റിന് ഭയങ്കര ചാർജാണ് ഇവർ ചാർജ് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് ആ ചാർജ് പോവാതിരിക്കാനായിട്ട് അവരെന്ത് ചെയ്തു, ഈ ഇന്റർനെറ്റ് ഇതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ആൾക്കാരെന്ത് ചെയ്തു, ആൾക്കാർ മുഴുവൻ ഈ ഇന്റർനെറ്റ് കോളിംഗ് കാർഡ്സ് വെച്ച് വിളിക്കാൻ തുടങ്ങി. അപ്പൊ ഞങ്ങളുടെ സൂപ്പർ മാർക്കറ്റിലും ഇത് വിൽക്കാനായിട്ട് തുടങ്ങി. ഇത് വിൽക്കാനായിട്ട് തുടങ്ങിയപ്പോൾ ഈ ഷെയ്ക്കിന് ഒരു പ്രത്യേക ഇൻട്രസ്റ്റ്. അങ്ങനെ ഷെയ്ഖ് പറഞ്ഞതനുസരിച്ച് ഞാൻ അതിനൊരാളെയും ഇട്ടു. അതിന് ഞാൻ ഫുൾ ടൈമായിട്ട് അതിനെ നോക്കാനായിട്ട്. അപ്പോൾ പുള്ളി തന്നെ അതിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ പുള്ളി തന്നെ ശ്രദ്ധിക്കുകയും. അപ്പോൾ പുള്ളിയുടെ കാര്യം എന്നാന്ന് വെച്ചാൽ ഇത് കുറച്ച് ഒമാനിൽ കുറേ നല്ലൊരു സംഖ്യ വരിക്കാരെ അല്ലെങ്കിൽ കണക്ഷൻസ് കിട്ടിയാൽ നമുക്ക് പിന്നീട് ഒരു ഇവർ പ്രൈവറ്റൈസ് ചെയ്യാൻ പോകുന്നു എന്നൊരു കേൾവി അന്നുണ്ടായിരുന്നു. അപ്പോൾ പ്രൈവറ്റൈസ് ചെയ്യുമ്പോൾ കുറേ കസ്റ്റമേഴ്സിന് കിട്ടുമെന്നുള്ളതായിരുന്നു പുള്ളിയുടെ ഒരു ധാരണ. അതായിരിക്കണം എന്ന് ഞാൻ വിചാരിക്കാം. എന്തായാലും പുള്ളിയുടെ ഇൻട്രസ്റ്റ് പ്രകാരം അത് തുടങ്ങി കഴിഞ്ഞപ്പോൾ ഈ കോളിംഗ് കാർഡ്സ് ആക്ച്വലി ഈ ഇന്റർനെറ്റ് കോളിംഗ് കാർഡ്സ് അലൗഡ് ആണോ അല്ലയോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എല്ലാവർക്കും ഉണ്ടായിരുന്നു. എല്ലാവർക്കും അതൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ചിലരെന്ത് ചെയ്തു, വേറെ ചില ആൾക്കാർ ടെലിഫോൺ ബൂത്ത് അങ്ങ് നടത്തി. ഇവിടെ ടെലിഫോൺ ബൂത്ത് നടത്താനുള്ള ഇത് വേണമെങ്കിൽ അതിന് ഗവൺമെന്റിൽ നിന്ന് പെർമിഷൻ വേണം. അതില്ലാതെ പലരും അങ്ങ് നടത്തി കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ ആളും ഈ ടെലിഫോൺ ബൂത്ത് നടത്താനുള്ളവർക്ക് കാർഡ് വിൽക്കാൻ തുടങ്ങി. അപ്പൊ കാർഡ് അവർക്ക് വിറ്റ് പോകുന്നതുകൊണ്ട് ഇവരും അവരുമായിട്ട് നല്ല കണക്ഷനാണ്. അങ്ങനെ കണക്ഷനായിട്ടിരിക്കുമ്പോൾ ഇവർക്ക് ഈ ഇവിടുത്തെ ഒമാൻടെലിന് ഒരു അറിവ് കിട്ടി, ഇത് എന്തോ തട്ടിപ്പ് എന്തോ ഒരു ഇത് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അവര് പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തു. CID ഡിപ്പാർട്ട്മെന്റ് വന്ന് ചെക്ക് ചെയ്ത് അപ്പോൾ ഒരു ഗ്രൂപ്പ്, കുറെ അധികം ആൾക്കാർ ഒന്നിച്ച് ഉള്ള ഒരു ഗ്രൂപ്പിനെ കണ്ടുപിടിച്ച് ഈ എല്ലാവരും ഒരുമിച്ച് വലയെറിയണ പോലെ അങ്ങ് എല്ലാവരും അങ്ങ് പിടിച്ച് അവർ വിചാരിച്ച് ഈ ഫോൺ ഏതാണ്ട് വെച്ചിട്ട് അതിൽ കൂടെ
ഏതാണ്ട് ഇല്ലീഗലായിട്ട് ചെയ്യുവാണെന്നാണ്. പക്ഷേ ഇന്റർനെറ്റ് ആണെന്ന് അറിയില്ലായിരുന്നു. കാരണം അന്ന് ഇന്റർനെറ്റ് അത്ര പ്രാബല്യത്തിൽ വന്നിട്ടില്ല. അങ്ങനെ ഇവരെയൊക്കെ പിടിച്ചതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ഈ പയ്യനും അതിനകത്ത് പെട്ടുപോയി. ഇവൻ പെട്ടുപോയി കഴിഞ്ഞ് ഇവൻ പിടിച്ച് പോലീസ് ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ഇവൻ പറഞ്ഞു, ഞാൻ കമ്പനിക്ക് വർക്ക് ചെയ്യുന്ന ആളാണെന്ന് പറഞ്ഞു. ബാക്കിയെല്ലാം ഇല്ലീഗലായിട്ട് വർക്ക് ചെയ്യുന്നവരും ഇവൻ ഒരുത്തൻ കമ്പനിക്ക് വർക്ക് ചെയ്യുന്നു. അപ്പൊ പോലീസ് വിചാരിച്ചു ഇവനായിരിക്കും കമ്പനി വഴിയായി ഇവരെ ഈ ഇല്ലീഗലായിട്ടുള്ള ആൾക്കാരൊന്നും ഒരു കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ കമ്പനി ആയിട്ടുള്ള ആകുമ്പോൾ നമുക്ക് കണക്ട് ചെയ്യാം. അപ്പൊ പോലീസ് എന്ത് ചെയ്തു? പോലീസ് അത് അന്വേഷിച്ച് ഇവനെ അന്വേഷിച്ചപ്പോഴേ ഇപ്പൊ ഇവൻ പറഞ്ഞു ഇന്ന ആളാണ് ഇതിന്റെ ഓണർ. അപ്പൊ ആ ഓണർക്ക് ഭയങ്കര പേരുള്ളതുകൊണ്ട് അവർക്കറിയാം അയാളല്ലായിരിക്കും എന്നാണ് അവർ വിചാരിച്ചത്. അവര് മാനേജർ ആരാന്ന് ചോദിച്ചപ്പോൾ ഞാനാണ്. അവര് ഒരു ദിവസം എന്നെ വിളിച്ചു. ആദ്യമായിട്ട് ഒരു പോലീസിൽ നിന്ന് എനിക്കൊരു വിളി വന്നു. നാളെ തന്നെ വരണം, കാണണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അപ്പം തന്നെ ബോസിനെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ ഒരു വിളി വന്നിട്ടുണ്ട്, ഇതാണ് സംഭവം, ഈ കോളിംഗ് കാർഡ്സിന്റെ പ്രശ്നമാണ്. അപ്പോൾ പുള്ളി പറഞ്ഞു, അപ്പോൾ പുള്ളി വളരെ ഹൈ പ്രൊഫൈൽ ആയിട്ടുള്ള ആളായതുകൊണ്ട് എനിക്ക് പുള്ളീനെ ഭയങ്കര വിശ്വാസം. പുള്ളി പല കാര്യങ്ങളും ഫോൺ ചെയ്ത് പറഞ്ഞ് ചുമ്മാ ഫോൺ ചെയ്ത് പറഞ്ഞ് അവിടെ ചെന്നാൽ അത് ക്ലിയർ ആവും. അപ്പൊ ഇയാൾക്കിത് സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമേ ഉള്ളൂ എന്നാ ഞാൻ വിചാരിച്ചു. ഇയാൾ പറഞ്ഞു ഒരു കുഴപ്പമില്ല, പോലീസ് CID അങ്ങോട്ട് പോക്കോ. കാരണം ഇയാളുടെ അപ്പൻ്റെ അനിയനായിരുന്നു CIDയുടെ ഹെഡ്. CIDയുടെ ഒമാന്റെ ഹെഡ് പുള്ളിയായിരുന്നു നേരത്തെ. പക്ഷെ അയാൾ റിട്ടയർ ചെയ്തിട്ട് 1 വർഷമേ ആയുള്ളൂ അന്ന്. അപ്പോൾ ഇയാൾ എന്നോട് പറഞ്ഞു, അങ്ങോട്ട് പോരെ, ഞാൻ അങ്ങ് വന്നേക്കാന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്ന് പോലീസിൽ ഞാൻ പ്രസൻ്റായി. അവരെന്നെ അകത്തേക്ക് കൊണ്ടുപോയി. അവരെന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി. പല ക്വസ്റ്റ്യനും പലതും ചോദിച്ചു. ഞാൻ എല്ലാത്തിനും ആൻസർ പറഞ്ഞു. അവരെങ്ങനെയാണ് അത് ചെയ്യണേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞങ്ങൾ ഈ ഫോണൊന്നും ഞങ്ങൾക്ക് വെച്ച് ചെയ്യുന്നില്ല, ഞങ്ങൾ ചെയ്യുന്ന കോളിംഗ് കാർഡ്സ് മാത്രമേ ഉള്ളൂ, അത് സൂപ്പർ മാർക്കറ്റിൽ വിൽക്കുകയാണ്. അപ്പോൾ അതെങ്ങനെയാണ് വാങ്ങിക്കണേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അത് ഇന്റർനെറ്റിൽ പോയിട്ട് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ഇവർ ഓപ്പൺ ചെയ്ത് വെച്ചേക്കുന്ന സൈറ്റിൽ നിന്ന് ഞങ്ങൾ ഡൗൺലോഡ് ചെയ്ത് അത് സൂപ്പർ മാർക്കറ്റിൽ വിൽക്കുന്നു. അവര് പലതും ഞാൻ പറയുന്നത് സമ്മതിച്ചില്ല. പക്ഷെ ഏറ്റവും അവസാനം അതെല്ലാം സമ്മതിക്കേണ്ടി വന്നു, അതെല്ലാം ശരിയായിരുന്നു. അപ്പോൾ എന്നിട്ട് ഇവരെയൊക്കെ അറിയാവുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ആരെയും അറിയില്ലെന്ന് പറഞ്ഞു. എനിക്ക് ആരെയും അറിയില്ല, ഈ പയ്യനെ മാത്രമേ എനിക്ക് അറിയുള്ളൂ. അങ്ങനെ അവർ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ ബോസ് ഉണ്ട്, എൻ്റെ ബോസ് വരും, ബോസ് ഇപ്പോൾ വരാമെന്നാ പറഞ്ഞു. അപ്പം അവരെന്നോട് പറയാം, നിന്റെ ബോസ് വരില്ല. ഞാൻ പറഞ്ഞില്ല, ഉറപ്പായിട്ടും വരും. കാരണം വെച്ചാൽ എന്നെ എപ്പോഴും ഏത് ഇതിലും എന്നെ എല്ലാവരുടെ വീട്ടുകാരുടെ മുമ്പിൽ എല്ലാവർക്കും എന്നെ അറിയാം. കുടുംബം മുഴുവൻ എന്നെ അറിയാം. ഇവിടുത്തെ ഒരു 10-20 ഫാമിലി ഒമാനിൽ അറിയപ്പെടുന്ന ഫാമിലിയിലുണ്ടെങ്കിൽ അതിലൊരു 10 വരുന്ന ഒരു ഫാമിലി ആയിരുന്നു അത്. അപ്പോൾ അവർ പറഞ്ഞു, ഇല്ല, ഉറപ്പായിട്ടും വരില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ക്വസ്റ്റ്യനിങ് തുടങ്ങി. 2 മണിയായിട്ടും 2 മണിയാകുമ്പോൾ എല്ലാം ക്ലോസ് ചെയ്യും. 2 മണിയായിട്ടും അയാൾ വന്നില്ല. അപ്പം എനിക്ക് പേടിയായി. അപ്പോഴും എനിക്ക് അവർ പറഞ്ഞു, ഇനി മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ എൻ്റെ കയ്യിൽ വിലങ്ങ് വെച്ചു. ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ വിലങ്ങ് എൻ്റെ കയ്യിൽ വരുന്നത് എന്താണെന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ അത് വിലങ്ങ് വെച്ചപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. വളരെ ബുദ്ധിമുട്ടിയ വിലങ്ങ് വെച്ച് എന്നെ നടത്തി. അപ്പോൾ ദൈവമേ, അപ്പോഴാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ദൈവമേ, ഞാൻ ഇത്രയും നാള് ഇത്രയും ഇതായിട്ട് നടന്നിട്ട് അയാൾ വന്നില്ലല്ലോ, പുറത്തേക്ക് പോകുമ്പോഴായിരിക്കും അയാൾ വരുന്നത് എന്നൊക്കെ എൻ്റെ മനസ്സിൽ ചിന്തിച്ചു. അവർ വണ്ടിയിൽ കയറ്റി അവരെന്നെ ലോക്കപ്പിൽ കൊണ്ടുപോയി. എന്നെ ലോക്കപ്പിൽ അകത്തേക്ക് വിടുമ്പോഴും എൻ്റെ വിചാരം അയാളുടെ കോള് വരും. അകത്തേക്ക് ചെന്ന് കണ്ടപ്പോഴേക്കും ഞാൻ ആകെ മരച്ചുപോയി. കാരണം വെച്ചാൽ വളരെ മോശമായിട്ടുള്ള ഒരു അന്തരീക്ഷം. മുഴുവൻ ഡ്രഗ് അഡിക്ട്സും, വളരെ നിക്കറിട്ടുകൊണ്ടും, പല്ല് തേക്കാത്ത മനുഷ്യരെ പോലെ പല്ലിനകത്ത് മുഴുവൻ കറ പിടിച്ച ആൾക്കാരും ഒക്കെ മുഴുവനായിട്ട് എനിക്ക്
അത് ആ ഒരു സാഹചര്യം എനിക്ക് പറയാൻ പറ്റാത്ത വിധം എൻ്റെ ജീവിതത്തിൽ വളരെ വിഷമമുള്ള ഒരു സംഭവമായിട്ട് മാറി. എന്നാൽ അതിൻ്റെ ഉള്ളിൽ ചെന്ന് ഈ ഹാൻഡ് കപ്സ് കൈ നഴിച്ചപ്പോൾ ഒരാശ്വാസമായി. കാരണം ഈ ഹാൻഡ് കപ്സ് ഇട്ടുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ആദ്യമാണ് എൻ്റെ കയ്യിൽ വിലങ്ങ് വയ്ക്കുക എന്ന് പറയുന്നത്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിരുന്നു. അതൊരു ഒരു വല്ലാത്തൊരു അനുഭവമായിരുന്നു. ഒരു ക്രിമിനലിനെ പോലെ. എന്നാൽ ഞാൻ ക്രൈം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ക്രൈം ചെയ്തിട്ടില്ല. പക്ഷെ അവരുടെ മുമ്പിൽ ഞാൻ ക്രൈമാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ എന്നെ അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി തുറന്നു വിട്ടപ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ആശ്വാസം വന്നു. അങ്ങനെ ജയിലിനകത്ത് ഞാൻ പോയി. ഞാൻ അവിടെ ചെന്നപ്പോൾ ആദ്യമായിട്ട് ഞാൻ അവിടെ മുട്ടുകുത്തി. ആ തറയിൽ ഞാൻ മുട്ടുകുത്തി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ. ആ സമയത്ത് നമ്മളുടെ ദൈവം എത്ര വലിയ ദൈവമാണ്. ആ സമയത്ത് എൻ്റെ ജീവിതത്തിൽ ദൈവം തന്ന വചനമാണ് മുടിയനാം പുത്രൻ. എത്ര വലിയ എത്ര നല്ല ദൈവമാണ്. ആ ദൈവം തന്ന വചനമാണ്. ആ മുടിയനാം പുത്രൻ തിരിച്ച് അപ്പൻ്റെ അവൻ്റെ രണ്ടാമത്തെ യജമാനൻ നികൃഷ്ടനായ ഒരു യജമാനായപ്പോഴാണ് അവൻ അപ്പൻ്റെ മഹിമയെക്കുറിച്ച് അവൻ അറിഞ്ഞത്. അതേപോലെ എൻ്റെ അപ്പനെക്കുറിച്ച് ഞാൻ ഓർത്തത്. എൻ്റെ ദൈവം എന്നെ എത്ര സ്നേഹിച്ചു. ഞാൻ അവനെ തള്ളിക്കളഞ്ഞു. ഞാൻ ആ സമയത്ത് ഞാൻ അവിടെ നിന്ന് പറഞ്ഞത്, ദൈവമേ, എന്നെ നിന്റെ ഒരു വേലക്കാരനായിട്ട് എന്നെ കണ്ടാൽ മതി. ആ സെയിം വചനം തന്നെ ഞാൻ പറഞ്ഞു. ഒരു വേലക്കാരനായിട്ട്, നിന്റെ മകനായിട്ട് ഇനി ഞാൻ യോഗ്യതയില്ല. എന്നെ ഒരു വേലക്കാരനായിട്ട് കണ്ടാൽ മതി. നീ അങ്ങനെയെങ്കിലും എന്നെ കാണണേ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ മുട്ടുകുത്തി. ഞാൻ അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്തത് ദൈവത്തിനല്ലെന്നുള്ള ഒരു കുറ്റബോധം എൻ്റെ ഉള്ളിൽ വളരെയുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ ചെന്ന് അത്രയും നേരം ഒരു നിമിഷം പോലും ചെലവാക്കാനില്ലാതെ എപ്പോഴും തിരക്കും അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് ഫോൺ കോളുമായിട്ട് നടന്നിരുന്ന ഞാൻ, ഒരു ഫോൺ കോളും ഇല്ല. ഫോണെല്ലാം അവർ വാങ്ങിച്ചു വെച്ചു. ഒന്നുമില്ല. ഫുൾ ടൈം ഫ്രീ ആയിട്ട് ഇങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെ ജീവിക്കേണ്ട ഒരു അവസരം ഞാൻ അവിടെ നിന്നും നോക്കി. അവിടെ നിന്ന് പ്രാർത്ഥിച്ച് ഞാൻ എഴുന്നേറ്റ് ഞാൻ അവിടെ നോക്കിയപ്പോൾ ഒരു മലയാളി ഒരു പയ്യൻ അവിടെ ഉണ്ട്. അവൻ എൻ്റെ അടുത്ത് വന്നു. അവൻ എന്നോട് ചോദിച്ചു, എന്താ പ്രശ്നം? ഞാൻ പറഞ്ഞു, ഇന്നതാണ് പ്രശ്നം. അവൻ്റെ പ്രശ്നം എന്നോട് പറഞ്ഞു. അപ്പം അവനും ഇതേപോലെ കേസ് ആയിട്ടില്ല, അവനെ കൊണ്ടുവന്നിട്ടേ ഉള്ളൂ. അപ്പം അവൻ പറഞ്ഞു, അവനൊരു ഭയങ്കര ഇതുള്ളൊരു പയ്യനായിരുന്നു. ഒരു മർത്തോമ പയ്യനായിരുന്നു. അപ്പം അതുകൊണ്ട് അവന് പാട്ടുകൾ അറിയാം. അപ്പം ഞാൻ പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, നമുക്ക് ഒരുമിച്ചിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. എനിക്കൊരു കൂട്ട് പ്രാർത്ഥന കിട്ടി. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ അവൻ്റെ കൂടെ ഇരുന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഞങ്ങൾ രണ്ടുപേരും കരഞ്ഞ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. അവൻ്റെയും വലിയ ക്രൈം അല്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ. ഞാൻ എന്താ ക്രൈം എന്ന് പറയുന്നില്ല, അവൻ്റെ ആയതുകൊണ്ട്. അവൻ്റെ വലിയ ക്രൈമൊന്നും അല്ലായിരുന്നു. പക്ഷേ അവൻ്റെ ഒരു അബദ്ധത്തിൽ വന്നുപോയ ഒരു സാഹചര്യം എന്ന് മാത്രമേ അതിനകത്ത് പറയാനുള്ളൂ. അവനും അതേപോലെ പെട്ടുപോയ ഒരാളാണ്. അപ്പോൾ അവനും ഞാനും കൂടി ഇരുന്ന് പ്രാർത്ഥിച്ച് ആ സമയത്താണ് ഞാൻ ഓർക്കുന്നത്, എൻ്റെ മോള് ഞാൻ കളിപ്പിച്ചിട്ടില്ല. എനിക്ക് സമയമില്ല. എനിക്ക് ബിസിനസ് കഴിഞ്ഞിട്ട് എനിക്ക് സമയമില്ല. ഞാൻ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഇടുങ്ങി കരഞ്ഞ സമയമാണ്. എൻ്റെ മോളെ ഒന്ന് കളിപ്പിക്കാനൊന്നും എനിക്ക് സമയമില്ല. എൻ്റെ ഭാര്യയുടെ അടുത്ത് നന്നായിട്ട് സംസാരിക്കാൻ സമയമില്ല. കാലത്ത് 8 മണി തൊട്ട് രാത്രി 10 മണി വരെ ഒരു വർത്തമാനം സംസാരിക്കുക. എല്ലാം ബിസിനസ്, ഫോണും ഇതുവരെ. നമ്മളുടെ ജീവിതം നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമ്മളറിയാതെ നമ്മൾ ഈ ജോലിയിലും രാത്രിയും പകലും, ഭർത്താവ് പകലും ഭാര്യ രാത്രിയിലും ഇതൊക്കെയായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ
നമ്മളുടെ ഒരേ ഒരു നമ്മളുടെ ഇതിൽ നമ്മളുടെ ആഗ്രഹം എങ്ങനെയെങ്കിലും കാശുണ്ടാക്കാന്നുള്ളത്. പക്ഷെ അതിനേക്കാളും എത്രയും വിലയുള്ളതാണ് ജീവിതം എന്ന് മനസ്സിലാക്കിയത് ജയിലിൽ പോയപ്പോഴാണ്. ജയിലിൽ പോയപ്പോഴാണ് ഞാൻ എൻ്റെ മോളുമായിട്ട് കളിക്കാൻ കുറച്ച് നേരം അവളുമായിട്ടിരുന്ന് കളിക്കാൻ ഒരു സമയം ഞാൻ കണ്ടെത്തിയില്ലോ എന്നുള്ളത് ഓർത്ത് ഞാൻ കരഞ്ഞിട്ടുണ്ട്. അവളുടെ കൂടെ ഇരുന്ന് എനിക്ക് കളിക്കാനായിട്ട് എനിക്ക് സമയം ഉണ്ടായില്ലല്ലോ എന്ന് ഞാൻ ഓർത്ത് സങ്കടപ്പെട്ട സമയമുണ്ട്. പക്ഷെ നമ്മൾ ഇങ്ങനെ എല്ലാം ചെയ്യുമ്പോഴും നമ്മൾ ആ സമയത്ത് ഒന്ന് കണ്ടാൽ മതി എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. ഒന്ന് കണ്ടാൽ മതി. 4-5 ദിവസത്തേക്ക് അവര് ഫോണും എല്ലാം എടുത്തു വെച്ചേക്കുന്നുണ്ട്. എനിക്ക് ഭാര്യയോട് വിളിച്ച് പറയാൻ പറ്റിയില്ല ഞാൻ എവിടെയാണ്. അവർക്ക് ഞാൻ എവിടെയാ പോയെന്നോ വന്നതെന്നോ അറിയില്ല. അവര് ആ ഫോണോ ഒന്നും കണക്ട് ചെയ്തില്ല. അങ്ങനെ ഞാൻ എന്നെ ജയിലിൽ കൊണ്ടുവന്ന് വിടുക ചെയ്തവർ. അങ്ങനെ ജയിലിൽ കൊണ്ടുപോയിട്ട് അന്ന് രാത്രി എന്നെ ദൈവം അനുഗ്രഹിച്ച ഒരു പാട്ടുണ്ട്. അതിൻ്റെ 2 വരി ഞാൻ പാടാം. 2 വരി അത് എന്നുള്ളിൽ എന്നും വസിച്ചിടുവാൻ എന്ന് പറഞ്ഞൊരു പാട്ടാണ്. നമ്മൾ വളരെ ചുരുക്കം മാത്രമേ ഇന്നെല്ലാം പുതിയ പാട്ടുകൾ പാടുമ്പേ പഴയ നല്ല പാട്ടുകൾ മറന്നു. അപ്പൊ ഇതെൻ്റെ ജീവിതത്തിൽ ഒരു ജീവൻ തന്ന ഒരു പാട്ടാണ്. അത് ഇങ്ങനെയാണ് അതിനകത്ത് പറയുന്നത്. ആദ്യത്തെ 2 സ്റ്റാൻസ് ഞാൻ പാടാം. എന്നുള്ളിലെന്നും വസിച്ചിടുവാൻ സ്വർഗ മണ്ഡപം വീട്ടിറങ്ങി വന്ന ഉന്നത നാം തങ്ക പ്രാവേ നീ വന്നെന്നിൽ എന്നും അധിവസിക്ക വന്ന ഉന്നതനാം തങ്ക പ്രാവേ നീ വന്നെന്നിൽ എന്നും അധിവസിക്ക തങ്കച്ചിറകടി എത്ര നാൾ കേട്ടിട്ടും ശങ്ക കൂടാതെ നിന്നെ തള്ളി സങ്കേതം ഞാൻ തന്യർക്കെന്നോർത്തിതാ സങ്കടപ്പെട്ടിടുന്നു. തള്ളി സങ്കേതം ഞാൻ തന്യർക്കെന്നോർത്തിതാ സങ്കടപ്പെട്ടിടുന്നു. ശരിക്കും എൻ്റെ അവസ്ഥ അവിടെ പാടുന്നത്. ഞാൻ മറ്റുള്ളവർക്ക് സങ്കേതം കൊടുത്തത് ഓർത്ത് ഞാൻ സങ്കടപ്പെട്ടിരുന്നു. തങ്ക ചിറകടി എത്ര നാൾ കേട്ടിട്ട്. പലപ്പോഴും ദൈവം എന്നെ ഓർപ്പിച്ചു, നീ ശരിയല്ല, നിന്റെ വഴി ശരിയല്ല. അതെല്ലാം ഞാൻ തള്ളിക്കളഞ്ഞിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ തള്ളിക്കളഞ്ഞു. ദൈവത്തെ തള്ളിക്കളഞ്ഞു. അതിനേക്കാൾ ഇമ്പോർട്ടൻസ് ഞാൻ വേറെ ആൾക്ക് കൊടുത്തു. അതിൻ്റെ അനുഭവം അയാള് സാഹചര്യം വന്നപ്പോൾ എന്നെ വിട്ടുകളഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഈ പാട്ട് എനിക്കറിയില്ലായിരുന്നു. പക്ഷെ ഈ പാട്ടങ്ങ് പാടി 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 സന്തോഷം കൊണ്ട് നിറയാൻ പറ്റാത്തൊരു അനുഭവത്തിലേക്ക് ഞങ്ങൾ 2 പേരും വന്നു. പുള്ളിയുടെ കാര്യത്തിൽ എനിക്കറിയില്ല, പക്ഷെ എനിക്ക് ഭയങ്കര അനുഭവമായിരുന്നു. എൻ്റെ പാപങ്ങളെല്ലാം കഴുകിക്കളഞ്ഞു. എൻ്റെ എല്ലാ ഇതും കഴിഞ്ഞു. അത് കഴിഞ്ഞൊരു 2 സ്റ്റാൻസുണ്ട് അതിൻ്റെ. അത് എന്നലങ്കാര വസ്ത്രം ധരിച്ചിടും ഞാൻ ഇന്നു മുതൽ ദൈവമേ മേലാൽ എന്നിലശുദ്ധനും ചേലയില്ലാത്തോനും വന്നു ചേർന്നു വരികയില്ല. മേലാൽ എന്നിലശുദ്ധനും ചേലയില്ലാത്തോനും ചേർന്നു വരികയില്ല. ഇത് ഞാൻ പലതവണ അങ്ങ് പാടി ഞാൻ ദൈവമായിട്ട് ഒരു തീരുമാനത്തിൽ വന്നു. ഇനി എൻ്റെ ജീവിതത്തിൽ ഒരു കാരണവശാലും ഞാൻ വേറെ ആൾക്ക് ഇമ്പോർട്ടൻസ് എൻ്റെ ജീവിതത്തിൽ കൊടുക്കില്ല. എൻ്റെ ദൈവത്തിനായിരിക്കും എപ്പോഴും ഒന്നാമത്തെ. അന്ന് എടുത്ത തീരുമാനം, അന്ന് 2004 ഒക്ടോബർ 21
എടുത്ത ആ തീരുമാനം ഇന്നും ഇന്നും എൻ്റെ ജീവിതത്തിൽ ഒന്നാമത്തെ സ്ഥാനം എൻ്റെ ദൈവത്തിന് കൊടുക്കാൻ ദൈവം എനിക്ക് കൃപ തരുന്നോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഇത്രയും വലിയൊരു ഭാഗ്യം എനിക്ക് ദൈവം തരാനായിട്ട് ഒരു യോഗ്യതയില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ഒരു കാര്യം മനസ്സിലായത്, എന്ത് ഇനി ദൈവം എനിക്ക് തന്നാലും ഞാനത് സഹിക്കും. ഇതുകൊണ്ട് എനിക്ക് എന്ത് 3 കൊല്ലമല്ല 5 കൊല്ലം എനിക്ക് തടവ് കിട്ടിയാലും ഞാനത് സഹിക്കും. ഞാനത് സഹിച്ച് ഒരു നല്ല ക്രിസ്തീയ ഒരു 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 വിശ്വാസിയായിട്ട് ഞാൻ ജീവിക്കും എന്ന് ഞാനൊരു തീരുമാനമെടുത്തു. എന്ത് പ്രയാസം എൻ്റെ ജീവിതത്തിൽ വന്നാലും ഞാനത് സഹിക്കും. എന്താ കാരണം എന്ന് വെച്ചാൽ ഞാനതിന് കാരണം, ഞാനതിന് കുറ്റം, അതിന് കാരണം. ആ കാരണമായവന് ദൈവം എനിക്ക് എന്ത് തന്നാലും അതോടുകൂടെ എനിക്കൊരു പ്രത്യേകത എനിക്കുണ്ടായി. എൻ്റെ ഭാരം എന്നെ വിട്ടുപോയി. ഞാൻ ജയിലിലാണെന്നുള്ളൊരു ഭാരം എന്നെ വിട്ടുപോയി. ആ സമയത്ത് ഒരു പോലീസ് ഓഫീസർ വന്ന് ഭക്ഷണം കൊണ്ടുവരിക. ഭക്ഷണം കൊണ്ടുവരുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിക്കുക, ഇയാൾ ഇന്ന് ഏതിലാണ്? ഇയാൾ ഇന്നൊരു ബന്ധനത്തിലാണ്. പക്ഷെ എന്നെ ദൈവം വിടുവിച്ചു. അതാണ് കാരാഗ്രഹത്തിൽ കിടക്കുന്നവനെ അവനെ വിടുവിച്ച് അവനെ സ്വതന്ത്രനാക്കുന്ന ദൈവമാണ് നമ്മളുടെ ദൈവം. കാരാഗ്രഹത്തിലാണെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഒരു കാരാഗ്രഹം മാറിയ അവസ്ഥ എൻ്റെ ഉള്ളിൽ വലിയ പ്രത്യാശയായി. ഇനി ഞാൻ ജീവിക്കുകയാണ്, എൻ്റെ കർത്താവിന് വേണ്ടി ജീവിക്കും. ഇനി എൻ്റെ കുടുംബത്തോട് ഞാൻ പറയും. അങ്ങനെ 5 ദിവസം കഴിഞ്ഞിട്ട് ഒരാൾ പുറത്തു പോയപ്പോൾ ഞാൻ അയാളുടെ ഒരു നമ്പർ കൊടുത്തുവിട്ട് എൻ്റെ ഭാര്യയെ ഒന്ന് വിളിച്ച് പറയണം ഞാൻ ഇവിടെയാണെന്ന്. അങ്ങനെ 5 ദിവസം കഴിഞ്ഞ് എൻ്റെ ഭാര്യ അറിയുന്നേ. ആദ്യത്തെ ദിവസങ്ങളെ ഒന്നും അറിയില്ല ഞാൻ എവിടെ പോയിന്ന്. അങ്ങനെ 5 ദിവസം കഴിഞ്ഞ് എൻ്റെ വൈഫ് മിനി എന്നാണ് പേര്, മിനി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അവിടുന്ന് ഇത് വാങ്ങിച്ച് എന്നെ കാണാനായിട്ട് വരുമ്പോൾ എനിക്കൊരു ആളെ കാണാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ ആ പോലീസ് ഓഫീസറിനെ വിളിച്ചാൽ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ മിനി എന്നെ ഭയങ്കര വാവിട്ട് കരഞ്ഞുകൊണ്ടാണ് എൻ്റെ അടുത്തേക്ക് വരുന്നത്. അപ്പം എനിക്ക് എൻ്റെ ഉള്ളിലാണെങ്കിൽ വലിയ സന്തോഷം. ഞാൻ മിനിയോട് പറഞ്ഞു, കരയണ്ട, ദൈവം നമുക്കൊരു വലിയൊരു ഇത് നമ്മളുടെ ജീവിതത്തിൽ ചെയ്യുന്നുണ്ട്. അത് ദൈവം എന്താ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല, പക്ഷേ ദൈവം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോഴും മിനി കരച്ചിൽ നിർത്തിയില്ല. എന്തായാലും ഞാൻ പറഞ്ഞു, എനിക്കൊരു കുഴപ്പമില്ല, അവരെന്നെ തല്ലിയില്ല, അവരെന്നെ ഒന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഒന്നും വിഷമിക്കേണ്ട, ഞാൻ വളരെ സന്തോഷവാനാണ് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ദൈവമായിട്ടൊരു ഇത് ഞാൻ നേരിട്ട് കാണുമ്പോൾ ഞാൻ പറയാം, നേരിട്ട് കാണുമ്പോൾ സമയമുള്ളപ്പോൾ പറയാം എന്ന് പറഞ്ഞ് കുറച്ച് സമയം തന്നു. 10 മിനിറ്റ് തന്നു. ആ 10 മിനിറ്റിൽ തീരുകയും ചെയ്തു. അങ്ങനെ മിനി തിരിച്ചുപോയി. ഞാൻ തിരിച്ചു വന്നു. ദൈവം എനിക്ക് വലിയ ഒരു സമാധാനം എനിക്ക് തന്നു. അങ്ങനെ ഒരു കാര്യം മനസ്സിലായി, ഇയാള് പിന്നെ എനിക്ക് വേണ്ടിയിട്ട് യാതൊന്നും ചെയ്തില്ല. 16 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു ജാമ്യത്തിൽ പോകാമെന്ന് പറഞ്ഞ് അവരെനിക്കൊരു ഇത് വിട്ടു തന്നു. ഒരു ജാമ്യം, എനിക്ക് ഇടക്കാല ജാമ്യം തന്നു. അങ്ങനെ ജാമ്യം തന്നപ്പോൾ ഇയാളുടെ ഉദ്ദേശം എന്തായിരുന്നു വെച്ചാൽ, എന്താണ് ഞാൻ പറഞ്ഞേക്കണേ, ഞാൻ എന്താണ് അവിടെ പറഞ്ഞേക്കണേ എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇയാൾ എന്നെ ജാമ്യത്തിലെടുത്ത. അങ്ങനെ എടുത്ത് ഞാൻ വീട്ടിൽ വന്നപ്പോൾ ഞാൻ ഇന്നും എൻ്റെ കുടുംബമായിട്ട് യോജിക്കുന്ന ആ മിനിറ്റ് ഞാൻ ഓർക്കുമായിരുന്നു. ഒരു ഭയങ്കര അനുഭവം. എന്നിട്ട് ഞാൻ അവിടെ, അപ്പം ഞങ്ങൾ പ്രാർത്ഥനയാണ്. അപ്പം ഞാൻ IPC ഒരു ചർച്ച് കണ്ടുപിടിച്ച് അവരെല്ലാവരും വന്നിരുന്ന് പ്രാർത്ഥന ഇങ്ങനെ കണ്ടിന്യൂസ് പ്രാർത്ഥനയാണ് വീട്ടിൽ. അപ്പോൾ അങ്ങനെ പ്രാർത്ഥന നടന്നുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന്, അപ്പോൾ പോലീസ് എന്ന് പറഞ്ഞാൽ എനിക്ക് പേടിയാണ്. കാരണം ഇനി ഒരു വിളി എപ്പോൾ വേണമെങ്കിലും എനിക്കുണ്ടാവും. അങ്ങനെ മുഴുവൻ ഇൻട്രോഗേഷൻ, എൻ്റെ ചോദ്യം ചെയ്യൽ കഴിഞ്ഞിട്ടില്ലെന്ന് എനിക്കറിയാം. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ നാട്ടിൽ നിന്ന് എൻ്റെ പെങ്ങൾ വന്നു. അവൾ വിശ്വാസിയാണ്. അവൾ വന്നിരുന്ന്
അവള് അന്ന് അവിടെ വരുമ്പോൾ ഞങ്ങൾ ഈ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവളോട്. അപ്പോൾ അവൾ അവിടെ വന്നിരുന്ന അവൾ അവൾ എന്നോട് ഒന്ന് സംസാരിച്ചപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, ഞാൻ ഇന്ന് കാലത്ത് ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നം എന്തായിരുന്നു വെച്ചാൽ, ഇപ്പം ആ പോയ ആള് അവിടെ പ്രാർത്ഥനയ്ക്ക് വന്ന ഒരാളെ കുറിച്ച് പറയാം. അയാൾക്കൊരു പോലീസ് കേസ് ഉണ്ട് ഇവിടെ. ആ പോലീസ് കേസിൽ അയാൾ പോലീസ് കാറിൽ ഇരിക്കണമുള്ളൂ. പക്ഷെ അയാൾ കുറ്റം ചെയ്തിട്ടില്ല. പക്ഷേ അയാളെ പോലീസ് അയാളുടെ മുകളിൽ കുറ്റം ഇടുകയെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ആ സമയത്തൊക്കെ ഒരു ചെറിയൊരിത് കേട്ടാൽ പോലും നമ്മളങ്ങ് ഞെട്ടിപ്പോവും. അങ്ങനെ ഇരിക്കുന്ന സമയത്തൊക്കെ ഞാൻ ചോദിച്ചു, നീ അയാളുടെ മുഖം കണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അവള് പറഞ്ഞു ശരിക്ക് തെളിഞ്ഞു കണ്ടില്ല, പക്ഷെ വെളുത്ത മനുഷ്യനാണ്, ഒരു നീണ്ട മുഖമാണെന്ന് പറഞ്ഞു. അപ്പം അതെന്റെ ജീവിതത്തില് എല്ലാവരും പറഞ്ഞത് പേടിക്കണം, ദൈവം നമുക്ക് ഇത് തരുന്നതെന്നൊക്കെ പാസ്റ്ററും ഒക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒന്നുമല്ല, എനിക്ക് ഒരു കാര്യം എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ദൈവത്തിന്റെ മേശപ്പുറത്ത് എൻ്റെ ഫയലുണ്ട്. ഞാൻ പറഞ്ഞു ദൈവം അല്ലെങ്കിൽ ഇങ്ങനെയൊരു ഇത് വരില്ല, ഇങ്ങനെയൊന്നും ഞാൻ കാണില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങനെ എനിക്ക് ആ ഒരു ഇത് കഴിഞ്ഞിട്ട് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. കാരണം ഇത് ദൈവം എനിക്കൊരു വളരെ ക്ലിയർ ആയിട്ടൊരു ഉറപ്പ് തന്ന. ഞാൻ 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 നിന്നോട് കൂടി ഉണ്ടെന്നുള്ള ആ ഒരു ഉറപ്പ് എനിക്ക് ദൈവം തന്ന. അത് കഴിഞ്ഞിട്ട് 2-3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും എന്നെ പിന്നെയും പോലീസ് വിളിച്ച് എന്നെ പിന്നെയും ഇൻട്രോഗേഷൻ വേണ്ടി കൊണ്ടുപോയി. എന്നാൽ ഇൻട്രോഗേഷൻ കൊണ്ടുപോയപ്പോൾ ഇത്തവണ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഞാൻ പോയത് ഒരു ബൈബിള് കൊണ്ടുപോയിട്ടാണ്, ഒരു ബൈബിളായിട്ടാണ് ഞാൻ പോയത്. അപ്പം ഞാൻ ഇത്തവണ ബൈബിളിൽ കൊണ്ടുപോയപ്പോൾ ഞാൻ അകത്ത് പോയി. എനിക്കറിയായിരുന്നു ഇയാള് ഒന്നും ചെയ്യില്ല. അയാൾ പറഞ്ഞു പൊക്കോ, ഞാൻ അത് എല്ലാം ശരിയാക്കാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്താ ഇയാളുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ, ഞാൻ ഇയാളെ കുറ്റം പറഞ്ഞില്ല. എന്നെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴൊക്കെ ഞാൻ ഇയാളെ കുറ്റം പറഞ്ഞില്ല. എന്താ കാരണം വെച്ചാൽ, ഇയാൾ കുറ്റം പറഞ്ഞാൽ ഇയാൾ എന്നെ സഹായിക്കില്ല എന്ന് വിചാരിച്ച് ഞാൻ ഇയാളെ കുറ്റം പറഞ്ഞില്ല. ഞാൻ എപ്പോഴും കുറ്റം ഞാൻ ഏറ്റെടുക്കുന്ന പോലെയാണ് പറഞ്ഞത്. ചുരുക്കം പറഞ്ഞാൽ പോലീസ് എന്നോട് ചോദിച്ചു എങ്ങനെ ഇയാൾ ചെക്ക് സൈൻ ചെയ്യണമെന്ന് വരെ ചോദിച്ചു. ചെക്ക് സൈൻ ചെയ്യണമെങ്കിൽ ഇയാൾ അറിയാതെ എങ്ങനെ സൈൻ ചെയ്യും? അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ അയാൾക്ക് കൊടുത്ത അയാൾ സൈൻ ചെയ്യും എന്ന് പറഞ്ഞു. അതൊരു നുണ എൻ്റെ ഭാഗത്തുനിന്ന് പറഞ്ഞു. ആ ഒരു നുണ എൻ്റെ നിന്ന് പറഞ്ഞു. ഞാൻ അത് അയാളെ രക്ഷിക്കാൻ വേണ്ടി പറഞ്ഞു. പക്ഷേ എന്നിട്ട് അത് കാരണം എന്ത് പറ്റിയെന്ന് വെച്ചാൽ, ഇയാൾക്ക് വളരെ എളുപ്പമായി കേസ് മുഴുവൻ അയാൾ എൻ്റെ തലയിലിട്ടു. കംപ്ലീറ്റ് കേസും എൻ്റെ മേലേക്ക് വന്നു. ഞാൻ കുറ്റവാളി, ഞാനാണ് ഇതെല്ലാം നടത്തിയെന്ന് പോലീസ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇയാൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, അവിടെ വിറ്റ്നസ് എൻ്റെ കീഴെ ഉണ്ടായിരുന്ന എല്ലാവരെയും ഓരോരോ ജോലി ഏൽപ്പിച്ച് എന്നെ അതിൽ നിന്നെല്ലാം മാറ്റി. എല്ലാവിധ ജോലിയിൽ നിന്നും എന്നെ അയാൾ മാറ്റി. എൻ്റെ കാർ എടുത്ത് അയാൾ വിറ്റു. എൻ്റെ ഫോൺ കണക്ഷൻ കട്ട് ചെയ്ത് കളഞ്ഞു. അങ്ങനെ എനിക്ക് അയാൾ ചെയ്യാവുന്നതെല്ലാം അയാൾ ചെയ്തു. എനിക്ക് അഗൻസ്റ്റ് ആയിട്ട് ചെയ്യാവുന്നില്ല. അയാൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ലെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും, പക്ഷേ ഇതെല്ലാം ചെയ്തു. പക്ഷേ ഞാൻ ജയിലിൽ പോയി. അവിടുന്ന് ആദ്യമായിട്ട് അവിടെ ഒരു 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 ആളവിടെ, ഒരു മലയാളി അവിടെ വന്നപ്പോൾ ഞാൻ അയാളോട് സുവിശേഷം പറഞ്ഞു. അയാളെ രക്ഷിക്കപ്പെട്ടു. അയാളെ രക്ഷിക്കപ്പെട്ടിട്ട് പാസ്റ്റർ വേണുദാസിൻ്റെ അടുത്തുണ്ടായിരുന്നു. പിന്നീട് അവിടുന്ന് പോയി ഞാൻ അറിഞ്ഞു. പിന്നീട് അവിടുന്ന് പോയത് ഞാൻ അറിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇപ്പം നാട്ടിൽ എനിക്ക് പുള്ളി എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും അങ്ങനെ പുള്ളി അവിടുന്ന് ദൈവത്തെ അറിയാനും, അങ്ങനെ ഞാനും പാസ്റ്റർ വേണുദാസുമായിട്ട് ഞങ്ങൾ വളരെ ക്ലോസ് ആയിട്ട് ഞങ്ങൾ തമ്മിൽ നല്ല നല്ല ബന്ധമാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇയാള് കേസ് മുഴുവൻ എൻ്റെ മുകളിൽ കൊണ്ടിട്ടു. അങ്ങനെ എനിക്ക് പുറത്തു വരാൻ ഒരു വഴിയില്ലെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ 50 ദിവസം കഴിഞ്ഞു, എന്നിട്ടും എനിക്ക് യാതൊരു വഴിയും പുറത്തു വരാനില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക്
പക്ഷേ ഞാൻ ഒരു കാര്യം, ദൈവമേ, ഞാൻ എന്താണെങ്കിലും ബൈബിൾ എൻ്റെ കയ്യിലുണ്ട്. കാലത്തോട്ട് വൈകുന്നേരം വരെ ബൈബിൾ വായിച്ചു. ഇത്രയും നന്നായിട്ട് ബൈബിൾ വായിച്ച ഒരു സമയമില്ല. ദാവീദ് ഓടി നടന്ന പോലെ ഞാനും ദാവീദിൻ്റെ കൂടെ അങ്ങ് നടന്നു. എന്തോ ഒരു സന്തോഷകരമായ അവസ്ഥയാണെന്നറിയാം ബൈബിൾ വായിക്കുമ്പോൾ. ആശ്വാസവും ഇതെല്ലാം എൻ്റെ അതൊരു വലിയ ഭാഗ്യം എനിക്ക് കിട്ടി. അത് കഴിഞ്ഞിട്ട് ഞാൻ പല സമയത്തും ഇതേപോലെ ബൈബിൾ കൊണ്ടുപോയി കൊടുക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ദൈവം എന്നിട്ട് ഇയാൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇയാൾ എന്നെ മുഴുവനായിട്ട് തള്ളിക്കളഞ്ഞു. അങ്ങനെ എനിക്ക് എഗൻസ്റ്റ് ആയിട്ട് കേസ് വന്നു. പക്ഷേ കേസ് വന്നെങ്കിലും ഇതിനകത്തൊരു പ്രത്യേകത എന്താ വെച്ചാൽ എനിക്ക് തോന്നണ ഇവർക്ക് എനിക്ക് എഗൻസ്റ്റ് ആയിട്ട് ബലമായിട്ടുള്ള കേസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റിയില്ല. കേസ് ഞാൻ എന്തെങ്കിലും ഒരു ലോ കണിക്കണമല്ലോ എനിക്ക് എഗൻസ്റ്റ് ആയിട്ട് കേസ് ഉണ്ടാവും. അപ്പോൾ എനിക്ക് തോന്നുന്നത് അവർക്ക് അത് കിട്ടിയിട്ടുണ്ടാവില്ല. എന്തായാലും എന്നെ ഒരു 40 ദിവസമായപ്പോഴേക്കും എന്നെ അവർ പറഞ്ഞു വിട്ടു. എന്നെ അവർ ഇത് തന്നു വിട്ടു. അപ്പം ഞാൻ ചോദിച്ചത് സ്പോൺസറാണോ? അല്ല, സ്പോൺസർ അല്ല. എന്താ കാരണം എന്ന് വെച്ചാൽ ഇവർക്ക് ശരിയായിട്ടൊരു ഇത് കിട്ടിയില്ല. അതുകൊണ്ട് കോടതി തീരുമാനിക്കുന്നവരെയും അവരെ ജാമ്യത്തിൽ വിടാൻ പറഞ്ഞ് അവർ ഇവിടുത്തെ ഗവൺമെൻറ്റൊക്കെ വളരെ നല്ല, നമ്മളൊന്നും വിചാരിക്കണ പോലെയല്ല, എത്രയോ നല്ല ന്യായവും നീതിയും ഉള്ള ഒരു ഗവൺമെൻറ് അവിടെ എന്നറിയും. വളരെ ഇവിടെ എന്തെങ്കിലും കുറ്റം ചെയ്ത ഒരാളാകത്തായിരുന്നെങ്കിൽ അത് ശരിയായിട്ട് കുറ്റം ചെയ്തിട്ടായിരിക്കും, അല്ലെങ്കിൽ ഒരാൾ ചതിച്ചിട്ടായിരിക്കും. എന്തായാലും നിയമത്തിന് മുമ്പിൽ അവൻ തെറ്റുകാരനായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മളുടെ നാട്ടിനേക്കാളും എനിക്ക് കുറെ കൂടെ നല്ല ഇത് ഇവിടുത്തെ ഒരു ഇതായിട്ട് ദുബായിലെയും ഇവിടത്തേക്ക് നിയമങ്ങളാണ്. ഒത്തിരി നല്ല നിയമങ്ങളാണ് അവരുടെ. അപ്പോൾ എന്തായാലും ഇയാളെ എൻ്റെ മുകളിലിട്ടു. അങ്ങനെ എനിക്ക് അവരെന്നെ ജാമ്യത്തിൽ വിട്ടു. ജാമ്യത്തിൽ വിട്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ജാമ്യത്തിലാണ് ഞാൻ നിൽക്കുന്നത്. അങ്ങനെ കോടതിയിൽ വരാനായിട്ട് സമയമെടുത്തു, കേസ് വരാനായിട്ട്. അതുവരെയും എന്നെ അവർ വിടില്ല. അങ്ങനെ ഇവിടെ ഇരുന്നപ്പോൾ ഞാനൊരു ലോയറെ കണ്ടുപിടിച്ചു. ലോയറെ കണ്ടുപിടിച്ചപ്പോൾ എൻ്റെ കയ്യിലുള്ള കാശെല്ലാം തീർന്നുപോയി. ഒറ്റ കാശില്ല. അതോടുകൂടെ എൻ്റെ ജീവിതത്തിൽ ഞാൻ പിന്നെയും പഴയ ഇതിലേക്കായി. എന്തായി അതാണ് ഞാൻ ഒരിക്കലും വരില്ല എന്ന് വിചാരിച്ചെങ്കിലും ഞാൻ പിന്നെയും കടബാധയിൽ പെട്ടു. കടബാധയിൽ പെട്ടെന്ന് വെച്ചാൽ എൻ്റെ റെന്റ് കൊടുക്കാൻ അയാൾ എന്നെ ഒഴിവാക്കി. എനിക്ക് റെന്റ് കൊടുക്കാൻ നിവൃത്തിയില്ല. ഞാൻ അയാളെ പോയി കണ്ട് ഞാൻ കാശ് തരാം, എനിക്ക് ഉണ്ടാകുമ്പോൾ തരാം, ഇപ്പം എൻ്റെ കയ്യിലില്ല എന്ന് പറഞ്ഞ് ഞാൻ അയാളോട് പറഞ്ഞ് അവരെ കൊണ്ട് അത് 8-10 മാസം വരെ കാശ് റെന്റ് കൊടുക്കാതെ ഇരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ മോളുടെ ഫീസ് കൊടുക്കാൻ പറ്റില്ല. എൻ്റെ മോളെ സ്കൂളിൽ നിന്ന് പുറത്താക്കി. മോളെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയപ്പോൾ എൻ്റെ അയൽവക്കക്കാരൊക്കെ വന്നിട്ട് കാശ് തന്നിട്ട് പറഞ്ഞു മോളെ സ്കൂളിൽ വിടണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ കാശ് വാങ്ങിക്കില്ല. എന്താ കാര്യം വെച്ചാൽ നിങ്ങൾ 1 മാസം എന്നെ സഹായിക്കും, 2 മാസം സഹായിക്കുമായിരിക്കും, പക്ഷേ പിന്നെ എന്ത് ചെയ്യും? ദൈവത്തിൽ നിന്ന് തന്നെ എനിക്ക് ആൻസർ വേണം. ഞാൻ മോളോട് വീട്ടിലിരുന്നോളം പറഞ്ഞു. എന്നിട്ട് ഞാൻ ഇതിൻ്റെ ഗൾഫാർ മൊമാലി എന്ന് പറഞ്ഞ ഒരു ആളാണ് അതിൻ്റെ ഓണർ. ഞാൻ അയാളെ പോയി കണ്ടു. പിന്നീട് എനിക്ക് അയാളായിട്ട് ഒത്തിരി പരിചയപ്പെടാനും ഇടപെടാനൊക്കെ എനിക്ക് ബന്ധമുണ്ടായി. എനിക്ക് നല്ല ബന്ധമുണ്ട് ഇപ്പോൾ. അങ്ങനെ ആ സമയത്ത് ഗൾഫാർ മൊമാലി എന്നെ പോയി കണ്ടിട്ട് ഞാൻ പറഞ്ഞു, സാർ ഇങ്ങനെയാണ് എൻ്റെ ജീവിതം, എൻ്റെ ഈ അവസ്ഥ. ഞാനൊരു കേസിൽ പെട്ടുപോയി, എൻ്റെ മോൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല. പുള്ളി അപ്പം തന്നെ വന്നു സ്കൂളിലേക്ക് വിളിച്ചു പറഞ്ഞു ഇയാൾക്ക് എന്ന് കാശ് തരാൻ പറ്റുമോ അതുവരെ ആ കുട്ടീനെ അവിടെ പഠിപ്പിക്കണം. എത്ര വലിയ ദൈവം. എന്നിട്ട് പിറ്റേ ദിവസം ഞാൻ അവളെയും കൊണ്ട് സ്കൂളിൽ പോയി. അവര് സ്കൂളിൽ ഇരുത്തി. അവള് ധൈര്യമായിട്ട് ഇരുന്ന് പഠിച്ചു. അവളുടെ കാശ് ഞാൻ കൊടുത്തില്ല. 18 മാസം അവളുടെ ഫീസ് കൊടുത്തില്ല. 18 മാസം അവളുടെ കാശ് കൊടുക്കാനുണ്ടായിരുന്നു. അതേപോലെ റെന്റ് കൊടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ കഷ്ടതയിലാണ് ദൈവത്തിൻ്റെ യഥാർത്ഥ അനുഗ്രഹം നമ്മൾ അനുഭവിച്ചറിയുന്നത്. അങ്ങനെ ആദ്യമായിട്ട് എൻ്റെ കേസ് കോടതിയിൽ വരിക. കോടതിയിൽ വന്ന് ഞാൻ വിചാരിച്ചു, അപ്പം എന്നെ വിളിച്ചു. ഞാൻ പോയി അവിടെ കോടതിയിൽ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് 1:30-2 മണിയായി എൻ്റെ കേസ് കഴിഞ്ഞപ്പോൾ. വലിയ സിറ്റിങ്ങാണ്, ഒത്തിരി ആൾക്കാരും ഇതൊക്കെ ചോദിക്കും. അത് കഴിഞ്ഞിട്ട്
ഞാൻ വിളിച്ചു, പുള്ളീനെ വിളിച്ചു, എൻ്റെ വീട്ടിലേക്ക് വിളിച്ചു കേസ് കഴിഞ്ഞപ്പോൾ. എൻ്റെ വീട്ടിൽ വിളിച്ചു. അപ്പോൾ വീട്ടിൽ ഞങ്ങളിങ്ങനെ ഇങ്ങനെ പ്രാർത്ഥനയാണ്, ലൈനായിട്ട് പ്രാർത്ഥനയാണ്. അപ്പോൾ അങ്ങനെയുണ്ട്. ആ, ഞാൻ ഫോണിൽ എൻ്റെ വൈഫിനെ വിളിക്കലും എൻ്റെ വൈഫിന് മിണ്ടാനേ പറ്റുന്നില്ല. വർത്താനം പറഞ്ഞു വരുമ്പോൾ മുഴുവൻ അന്യഭാഷയാണ്. അതായത് ഞാൻ കല്യാണം കഴിച്ചത് TPM എന്നാണെങ്കിലും എൻ്റെ ഭാര്യ അവര് 14 വയസ്സിൽ സ്നാനം എടുത്താണെങ്കിലും ദൈവത്തെ അറിയത്തില്ല. അപ്പൊ ദൈവത്തെ അറിയത്തില്ല എന്ന് വെച്ചാൽ, ഞാൻ എപ്പോഴും ദൈവത്തെക്കുറിച്ച് ഭയങ്കര ഇതായിട്ട് പറയുമ്പോൾ എൻ്റെ ഭാര്യ പറയും, നിങ്ങളിങ്ങനെ വളരെ ഇതായിട്ട് പറയുന്നുണ്ട്, പക്ഷെ എനിക്ക് അത് ഒരു അനുഭവം എനിക്കില്ല എന്നോട് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. ദേ ഇത് ഫോൺ എടുത്തു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഭാര്യ അന്യഭാഷയെല്ലാം മുഴുവൻ മിണ്ടാൻ പറ്റണില്ല. ഞാൻ പറഞ്ഞു, ഒന്നും മിണ്ടണ്ട, അവിടെ ഇരുന്നോ, ഞാൻ ഭക്ഷണം വാങ്ങിച്ചുകൊണ്ട് വരാം, നമുക്ക് ഭക്ഷണം കഴിക്കാം, ആ, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് ഞാൻ അവിടുന്ന് നടന്നു പോയി ഭക്ഷണം വാങ്ങിച്ച് ഞാൻ വീട്ടിൽ പോയി ഞങ്ങൾ കഴിച്ചു. 2 ദിവസത്തേക്ക് ഞാൻ പറഞ്ഞു, ഇനി ഇവിടെ ഭക്ഷണം വെക്കണ്ട, കാരണം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, അന്യഭാഷ തന്നെയാണ് വരുന്നത്. ഒന്നും പറയാൻ പറ്റണില്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അതിന് എന്തെങ്കിലും ആൻസർ ചെയ്യുമ്പോഴേക്കും പിന്നെ അന്യഭാഷയാണ്. അപ്പോൾ ഞാൻ ഓർക്കുമായിരുന്നു, ദൈവം ഇങ്ങനെയൊരു ദൈവത്തെ സേവിക്കാൻ നമുക്ക് എന്ത് യോഗ്യത അല്ലേ? അങ്ങനെ അങ്ങനെ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നീട് ഓരോ ഓരോ സിറ്റിംഗ് 10 സിറ്റിംഗ് ഉണ്ടായിരുന്നു. അതിൽ ഓരോ സിറ്റിങ്ങിലും ഞാൻ എൻ്റെ ഭാര്യേനെയും മോളെയും കൂടെ കൊണ്ടുപോയി അവർ കാണട്ടെ എന്താ സംഭവിക്കുന്നത്, എൻ്റെ മോളും കാണട്ടെ. ചിലരൊക്കെ എന്നോട് പറയാറുണ്ട്, മക്കളെ ഇതൊന്നും അറിയിക്കാതെ. ഞാൻ പറഞ്ഞ പറ്റില്ല, എൻ്റെ മോളെല്ലാം കാണും, എൻ്റെ മോളെല്ലാം സഹിക്കണം, ജീവിതം എന്താണെന്ന് അറിയണം എന്ന് പറഞ്ഞ് ഞാൻ അവളെ കൊണ്ടുപോകുമായിരുന്നു. എല്ലാ സിറ്റിങ്ങിനും കൊണ്ടുപോകുമായിരുന്നു. അങ്ങനെ ഒരു 5ാമത്തെ 6ാമത്തെ സിറ്റിംഗ് ആയപ്പോഴേക്കും എനിക്കറിയാം എന്നോട് ലാസ്റ്റ് എന്തെങ്കിലും ചോദിക്കുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ കുറേ ചോദ്യങ്ങൾ, എനിക്കുള്ള ചോദ്യം എല്ലാം കൂടെ അറബിയിൽ എഴുതി വെച്ചു. എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെയാണ് എഴുതിയത്, ഞാൻ എന്താ തെറ്റ് ചെയ്തതെന്ന് എനിക്കറിയില്ല, ഞാൻ ചെയ്തത്, ഞാൻ ആ സൂപ്പർ മാർക്കറ്റിൽ ഈ കോളിംഗ് കാർഡ് വിറ്റു എന്നുള്ളതാണ് എൻ്റെ മുകളിലുള്ള തെറ്റ്. അത് ഇവർ തുറന്നു വെച്ചേക്കണ സൈറ്റിൽ പോയി ഇവർ അനുവദിച്ചേക്കണ സൈറ്റിൽ തുറന്നിട്ട് ഞാൻ എൻ്റെ ക്രെഡിറ്റ് കാർഡ് വെച്ച് ഞാനത് വാങ്ങിച്ച്, ആ ക്രെഡിറ്റ് കാർഡ് വെച്ച് വാങ്ങിച്ചിട്ട് ഞാനിവിടെ വിൽക്കുന്നു. ഇതിൽ ഞാൻ എവിടെയാ തെറ്റ് ചെയ്തേ? ഇവർ തുറന്നു വെച്ചേക്കണ സൈറ്റ്, എൻ്റെ ക്രെഡിറ്റ് കാർഡ്, ഇതെല്ലാം ക്ലിയർ ആയിട്ടാണ്. പിന്നെ ഇവിടെ എവിടെയാ തെറ്റ്? ഞാൻ ഈ പേപ്പർ കൊടുത്ത വഴി എന്നോട് ജഡ്ജി ചോദിച്ചു, ഇനി കോപ്പി ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ആ കോപ്പിയൊക്കെ തരാൻ പറഞ്ഞു. എന്നിട്ട് ആ കോപ്പി എല്ലാവർക്കും കൊടുത്തു. ആ 5ാമത്തെയോ 6ാമത്തെയോ സിറ്റിങ്ങിൽ ഏതോ സംഭവിക്കുന്നത്. പിന്നെ എന്നോട് ജഡ്ജി ഒരു വാക്ക് ചോദിച്ചിട്ടില്ല. അപ്പോഴേ എനിക്ക് മനസ്സിലായി ഞാൻ ജയിച്ചു എന്ന്. എനിക്ക് ദൈവം ഉള്ളിൽ ആ ഒരു ഇത് തന്നു. കാരണം വെച്ചാൽ എന്നോടല്ല ചോദിക്കണേ, അവർ തമ്മിൽ ഭയങ്കര തർക്കം നടക്കുക, ജഡ്ജും പബ്ലിക് പ്രോസിക്യൂഷനും തമ്മിൽ ഭയങ്കര തർക്കം നടക്കുക. അപ്പം എനിക്ക് മനസ്സിലായി. അതാ ഞാൻ പറഞ്ഞത്, ഇവിടുത്തെ നീതി ന്യായം വളരെ നല്ലൊരു ഇതാണ്. എന്നിട്ട് ഏറ്റവും അവസാനത്തെ വിധി വരുന്ന 10ാമത്തെ സിറ്റിങ്ങാണ്. 10ാമത്തെ സിറ്റിങ്ങിന് വിധി വിളിച്ചു പറയാം. അപ്പോൾ വിധി പറയാനായിട്ട് വരുന്നതിൻ്റെ ഒരാഴ്ച മുമ്പായപ്പോൾ മാസ്റ്ററെ എനിക്ക് ഭയങ്കര ടെൻഷൻ. എനിക്ക് അപ്പം എല്ലാ ദിവസവും കാണുന്ന ഈ ജഡ്ജിനെ ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ, ജസ്റ്റ് ഒന്ന് അയാൾ ഹൗ ആർ യു എന്നെങ്കിലും ചോദിച്ചിരുന്നെങ്കിൽ എത്ര നല്ലതാണെന്ന് ഞാൻ വിചാരിച്ച്, ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, എനിക്ക് വല്ലാതെ ടെൻഷൻ, ഇപ്പോൾ ഒരു ടെൻഷൻ. അതായത് എനിക്ക് ഏറെക്കുറെ ജയിച്ചെന്ന് വിചാരിക്കുകയും ഇനി 2 കൊല്ലം 1 കൊല്ലം കേട്ടാൽ നമുക്കൊരു വല്ലാതെ വിഷമമല്ലേ, ജയിച്ചെന്ന് വിചാരിച്ച് ഓൾമോസ്റ്റ് നമ്മുടെ മനസ്സിൽ. നേരത്തെ ഞാൻ എന്തിനും റെഡിയായിരുന്നു, ഇപ്പം ഞാൻ ജയിച്ചു എന്ന് എല്ലാം ഉറപ്പിച്ചിരിക്കുക. അവരും അങ്ങനെ തന്നെ, എൻ്റെ എതിരായിട്ടുള്ളവർ, ഗവൺമെൻറ് എന്നുള്ളവരും അങ്ങനെ തന്നെ എന്നെ കാണുമ്പോൾ വേറെ ഒന്നും നോക്കുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവമേ ഈ ജഡ്ജിനെ ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ. അപ്പം ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, കാണാൻ പറ്റിയിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു എന്ന് പറഞ്ഞ് ഞങ്ങൾ ഈ ലുലുവിൽ പോയി, ഇവിടെ അടുത്ത് ലുലുവിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കുക. ഈ സാധനങ്ങൾ എൻ്റെ വൈഫ് കുറേ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് ഓരോന്ന് പെറുക്കി പ്രൈസൊക്കെ നോക്കിയാണല്ലോ അവർ വാങ്ങിക്കുക. പ്രൈസൊക്കെ നോക്കി വാങ്ങിക്കുമ്പോൾ ഞാൻ അവിടെ നിൽക്കുമ്പോൾ പെട്ടെന്ന്
ഈ ജഡ്ജ് എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കണം. ഞാൻ ഇന്നും ഇന്നും അത് ഓർക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ അത്ര വിഷമിച്ചിരിക്കുന്ന ഒരു സമയത്താണ് ഈ പുള്ളി എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുക ഫാസ്റ്റ്. ഇതൊന്നും ഉണ്ടാക്കി പറഞ്ഞതോ നുണ പറഞ്ഞതൊന്നും അല്ല, ഇത് സത്യത്തിൽ നിന്ന് മാത്രം പറഞ്ഞ ഇയാൾ എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുക. ഞാൻ അപ്പം ഞാൻ പെട്ടെന്ന് ഞാൻ എൻ്റെ വൈഫിനെ വിളിച്ചു, മിനി മിനി വാ വന്നിതേ. അപ്പം ഇയാൾ എന്നോട് കൈഫാല എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഐ എം ഫൈൻ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വൈഫിനെയും വിളിച്ച് കാണിച്ച്, അയാൾ താടിയുള്ള ഒരു മുല്ലേ, ആൾ കണ്ട് അയാൾ ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞ് അയാൾ പോയി. ഞാൻ അന്ന് എന്തൊരു ആശ്വാസത്തിലാണ് കിടന്നുറങ്ങിയെന്നറിയാം. ഭയങ്കര, കാരണം അന്നത്തെ ദിവസമായിരിക്കും അയാൾ എൻ്റെ വിധി എഴുതുന്നതെന്ന് ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിക്കുക. അന്ന് രാത്രി ഞാൻ നന്നായിട്ട് ഉറങ്ങി. പിന്നെ ഒരാഴ്ച കഴിഞ്ഞായിരുന്നു വിധി. അങ്ങനെ ആ വിധി വന്നു. എനിക്ക് എനിക്ക് എൻ്റെ കോടതി വിധി അതോടുകൂടെ എൻ്റെ ഇത് ജയിൽവാസം എല്ലാം കഴിഞ്ഞു. എന്നെ വെറുതെ വിട്ടു. ബാക്കി കുറച്ച് പേര്, ആ ബൂത്ത് നടത്തിയവർക്ക് മാത്രം 6 മാസം വെച്ച് അവർക്ക് ശിക്ഷയും കൊടുത്തു. ഞങ്ങളുടെ എൻ്റെയും പയ്യനെയും അപ്പം തന്നെ വിട്ടു എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് ഇതൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് 1.5 മാസം കഴിഞ്ഞ് എൻ്റെ പാസ്പോർട്ടെല്ലാം കിട്ടി. അപ്പോൾ ഇത് കഴിഞ്ഞ് എനിക്ക് ഇങ്ങനെ ഒരു 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 അനുഭവം വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇയാൾ എന്ത് ചെയ്തു, ഞാൻ ജയിച്ചു വന്നപ്പോഴേക്കും എൻ്റെ അടുത്ത് എൻ്റെ സ്പോൺസർ വന്ന് എന്നോട് വന്ന് പറഞ്ഞു, നീ എൻ്റെ കൂടെ നിൽക്കണം, നീ എൻ്റെ കൂടെ നിന്നാലേ സംഭവിച്ച എല്ലാം അബദ്ധമായിപ്പോയി, എൻ്റെ ഇന്ന് അബദ്ധം പറ്റിയെന്ന് പറഞ്ഞു എന്നോട് സോറി പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഇനി ഒരിക്കലും നിങ്ങളുടെ കൂടെ നിൽക്കില്ല, എനിക്ക് വീട്ടിൽ പോയാൽ മതി, എനിക്കിനി യാതൊരു ഇതും എനിക്ക് ഇനിയില്ല, എനിക്ക് നിങ്ങളുടെ കൂടെ ഇല്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എന്നോട് അവിടെ ഉണ്ടായിരുന്ന കുറച്ച് പേരെന്ന് പറഞ്ഞു, ഒരാൾ ഒരു ഇതുപോലെ വന്ന് പറഞ്ഞു, നിന്നെ ഈ ഒമാനിലല്ല, നിന്നെ ഇയാളുടെ അടുത്താണ് എന്നെ ഇത് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു. ഞാൻ അതൊന്നും വലിയ കണക്കാക്കിയില്ല. ഞാൻ പ്രൊഫസിയിൽ അധികം വലിയ വിശ്വാസമില്ല എനിക്ക്. അപ്പോൾ അത് കാരണം അങ്ങനെ എന്തായാലും ഞാനത് പറഞ്ഞ് തള്ളി വിട്ട് കഴിഞ്ഞിട്ട് അയാൾ വന്ന് പറഞ്ഞ് പിറ്റേ ദിവസമായപ്പോൾ എന്നോട് ദൈവം പറഞ്ഞു അയാളോട് അങ്ങനെ പറയരുത് എന്ന് പറഞ്ഞ് ഞാൻ അയാളോട് പറഞ്ഞു, ശരി ഞാൻ ജോയിൻ ചെയ്യാം, പക്ഷേ ഇനി ഞാൻ ഒരിക്കലും വെള്ളിയാഴ്ച എന്നെ വിളിക്കാൻ പറ്റില്ല, ഞാൻ ഫോൺ ക്ലോസ് ചെയ്യും, വെള്ളിയാഴ്ച എൻ്റെ ആരാധന ദിവസമാണ് എന്ന് ഞാൻ പുള്ളിയോട് പറഞ്ഞു. പിന്നെ ഞാൻ പുള്ളിയോട് പറഞ്ഞൊരു കാര്യം, എന്ത് പറഞ്ഞാലും ഏത് സമയത്ത് എന്ത് പറഞ്ഞാലും തെറ്റാണെങ്കിൽ നോ എന്ന് പറയും. അത് ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ഞാൻ നോ വളരെ വ്യക്തമായിട്ട് പറയും. മൂന്നാമത്തെ കാര്യം പുള്ളിയോട് പറഞ്ഞത്, എനിക്ക് കുറേ കടബാധ്യതകളുണ്ട്, ഈ കടബാധ്യതകൾ വീട്ടുവാണെങ്കിൽ ഞാൻ നിൽക്കാം. 3 കാര്യങ്ങളാണ് പറഞ്ഞത്. 1 വെള്ളിയാഴ്ച, 2 ഞാൻ പറഞ്ഞു, രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, എന്ത് എന്നെ കൊണ്ട് പറ്റില്ലെങ്കിലും ഞാൻ നോ പറയും. മൂന്നാമത്തെ കാര്യം, എൻ്റെ കടബാധ്യതകളെല്ലാം വീട്ടണം. അയാൾ സമ്മതിച്ചു. ഫാസ്റ്റ് എല്ലാ കടബാധ്യതയും ഒറ്റയടിക്ക് വീട്ടി. കാരണം വെച്ചാൽ ഞാൻ പോരുന്ന സമയത്ത് കുറേ അധികം പ്രോജക്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ പ്രോജക്ട്സ് എല്ലാം ലാഭത്തിലാവുന്നു. അപ്പോൾ ആ പ്രോജക്ട്സ് നടത്തണമെങ്കിൽ ഞാൻ വേണമായിരുന്നു. അപ്പോൾ അയാൾക്ക് എന്നെ നിർത്തേണ്ട ഒരു ആവശ്യമായിരുന്നു. അതാണ് അയാൾ എൻ്റെ വീട്ടിൽ വന്ന് ക്ഷമ പറഞ്ഞത്. എന്നിട്ട് അയാൾ തിരിച്ച് എനിക്ക് തന്നു. പിന്നെ ഒരു തവണ പുള്ളി എൻ്റെ ഇടയ്ക്ക് ഒരു തവണ എന്നെ വെള്ളിയാഴ്ച ഞാൻ ക്ലോസ് ചെയ്തപ്പോൾ 1 തവണ 2 കൊല്ലം കഴിഞ്ഞപ്പോൾ പുള്ളി എന്നെ ദുബായിൽ നിന്ന് വിളിച്ചിട്ട് എന്നോട് ഒരുപാട് ദേഷ്യപ്പെട്ട് സംസാരിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ പിറ്റേ ദിവസം റെസിഗ്നേഷൻ ലെറ്റർ എഴുതി കൈ കൊടുത്തു. ഞാൻ പറഞ്ഞു എന്നെ വിട്ടേക്കാൻ പറഞ്ഞു. കാരണം വെച്ചാൽ ഒരു കാരണവശാലും വെള്ളിയാഴ്ച ദിവസം നിങ്ങൾക്ക് തരാൻ ഞാൻ തയ്യാറല്ല എന്നും വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് അയാളെ എന്നെ നിർത്താൻ വേണ്ടി അയാൾ എനിക്കൊരു പുതിയ കാറും വാങ്ങിച്ചിരുന്നു. കാരണം ആ ഒരു ഇതിൽ. എന്നിട്ട് ഞാൻ അയാളുടെ കൂടെ 5 വർഷം നിന്നു പാസ്റ്റേ. 5 വർഷം. അയാൾ എനിക്ക് ഒരു ശമ്പളമൊന്നും കൂട്ടി തന്നില്ല. പക്ഷേ 5 വർഷം ഞാൻ അയാളുടെ കൂടെ വന്നു. 5 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ സ്വന്തം ബിസിനസ് ചെയ്യാൻ പോവാണ്, എനിക്ക് സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യണമെന്ന് പറഞ്ഞു. സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അയാൾ എന്നോട് ചോദിച്ചു, അതെന്തിനാ ബിസിനസ്? ഞാൻ പറഞ്ഞു, എനിക്ക് ഈ കാശ് ശമ്പളം കൊണ്ട് എൻ്റെ മോളെ കല്യാണം കഴിപ്പിക്കേണ്ടതുണ്ട്, പല ആവശ്യങ്ങളുണ്ട്, എനിക്ക് 10 പൈസ സേവിങ്സ് ഇല്ല, കേസിനകത്ത് ഒരുപാട് കാശെല്ലാം പോയി, എൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു,
ദുബായിൽ പുള്ളിക്ക് ഒരു ബിസിനസ് ഉണ്ട്, അതിൽ നിന്നാ പോരെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ദുബായിൽ എന്ത് ബിസിനസ്സാണെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ചോദിക്കും. പണ്ടാണെങ്കിൽ യെസ് എന്ന് അപ്പം പറയുന്ന അപ്പം ഞാൻ യെസ് എന്ന് പറയും അങ്ങനെയായിരുന്നു. ഇപ്പം ഞാൻ എന്ത് ബിസിനസ്സാണെന്ന് ചോദിച്ചു. അപ്പം ഇയാൾ ഇവിടെ ഒരു വലിയ കമ്പനിയുടെ പബ്ലിക് ഹോൾഡിംഗ് ഉള്ള ഒരു കമ്പനിയുടെ ചെയർമാൻ. അപ്പം ഇയാൾ ദുബായിൽ ഒരു ബിസിനസ് ഉണ്ട്. അപ്പോൾ ആ ബിസിനസ് ഞാൻ ചോദിച്ചു അത് കമ്പനിയുടെ വകയായിരിക്കും അല്ലേ എന്ന് ചോദിച്ചു. അതിൻ്റെ ഡയറക്ടറായിട്ട് ഇരിക്കാനാണ്. അപ്പം ഞാൻ പറഞ്ഞു കമ്പനിയുടെ ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു പുള്ളി അല്ല, പുള്ളിയുടെ പേഴ്സണലാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കറിയാം നയമപരമായിട്ട് ഒരു ചെയർമാന് ഒരു ഇത് ചെയ്യാൻ പാടില്ലെന്ന് കൊമേഴ്സ്യൽ ലോയിലുള്ള ഒരു ക്ലോസ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അതൊരു ഇല്ലീഗലാണെന്ന് പറഞ്ഞു. പുള്ളിക്ക് എന്നോട് ഭയങ്കര ദേഷ്യമൊക്കെ തോന്നി. എന്തായാലും ഞാനത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പുള്ളിയുടെ നിന്ന് വിട്ടുപോകുന്ന ഞാൻ എൻ്റെ CEO എൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു. സിഇഒയോടും പറഞ്ഞു നിങ്ങൾ ചെയ്യുന്നതിനകത്ത് മിസ്റ്റേക്ക് ഉണ്ട്, ഇത് നാളെ പ്രശ്നത്തിലേക്ക് വരും എന്ന് ഞാൻ പുള്ളിയോടും പറഞ്ഞു. അത് കഴിഞ്ഞ് ഇത് 2010 2014 ഞാൻ ഒമാനിൽ ഇറങ്ങണ സമയത്ത് എനിക്കൊരു കോൾ എടുക്കുമ്പോൾ ഈ സിഇഒയുടെ സെക്രട്ടറി എന്നെ വിളിക്കുന്നത്. സാറേ ഇങ്ങനെയൊരു പ്രോബ്ലം ഉണ്ട്, CID വന്ന് എല്ലാ ഫയൽസും കൊണ്ടുപോയി എന്നും എന്നോട് പറഞ്ഞു. ആരോടും പറയണ്ട. ഞാൻ പറഞ്ഞു ഞാനങ്ങ് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒന്ന് ചോദിച്ച് ഫയൽ കൊണ്ടുപോയതല്ല ഈ സമയത്തെയാണ്. അപ്പം എനിക്ക് മനസ്സിലായി ഇതാ സംഭവം. ഇത് വലിയ കേസായി വന്ന് അത് പുള്ളിക്ക് വലിയ തീരാത്ത ഒരു പ്രശ്നമായിട്ട് പുള്ളി ഷെയ്ക്കിന് വന്നത് വരെയും ഞാൻ അന്ന് ദൈവത്തെ സ്തുതിച്ചതിന് കാരണം വെച്ചാൽ ഞാൻ അന്ന് നോ പറഞ്ഞില്ലെങ്കിൽ ആദ്യം എനിക്ക് 52 ദിവസമേ ഞാൻ ജയിലിൽ കിടന്നുള്ളൂ. പുള്ളിക്ക് എത്രയോ വർഷങ്ങൾ ചിലപ്പോൾ ഞാൻ ജയിലിൽ കിടക്കേണ്ടി വന്നായിരുന്നു. പക്ഷെ അതിൽ നിന്നെല്ലാം ദൈവം എന്നെ വിടുവിച്ചു. അതിൽ നിന്നെല്ലാം ഞാൻ പുള്ളിക്ക് എന്താണെന്നൊന്നും ഞാൻ പറയാനില്ല. പക്ഷെ അതിൽ നിന്നെല്ലാം വിടുവിച്ചു. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞാൽ മതിയല്ലോ, എന്നെ ദൈവം വിടുവിച്ചു അതിൽ നിന്നെല്ലാം. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു കരുണ എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തിൽ നോ പറയാൻ പഠിപ്പിക്കുക. ദൈവത്തിന് വേണ്ടി നിലനിൽക്കാൻ ആരോടും നോ പറയാൻ ഒരു മടിയും വിചാരിക്കാതെ പറയാൻ പറ്റുന്ന ഒരു ഇതിലേക്ക് ദൈവം എന്നെ എത്തിച്ചു. അങ്ങനെ എത്തിച്ചിരിക്കുമ്പോൾ ഞാൻ എൻ്റെ സ്വന്തം ബിസിനസ് തുടങ്ങി 2013 ഇവിടെ ഒരു പുതിയ റൂൾ വന്നു. അപ്പം എൻ്റെ കമ്പനിയിൽ 3 ഷെയർ ഹോൾഡർ, അതിനകത്ത് ഒരാൾ ഗവൺമെൻറ് എന്നുള്ള ഒരാളുടെ. അപ്പോൾ പുതിയ റൂൾ വന്നു, ഗവൺമെൻറ് ആൾക്കാർ പാർട്ട്ണർഷിപ്പിൽ കമ്പനിയിൽ പാടില്ലെന്ന്. അപ്പോൾ അയാൾ റിസൈൻ ചെയ്ത് പോയപ്പോൾ അയാൾ പറഞ്ഞു അയാളുടെ ഷെയർ കാശായിട്ട് പുള്ളിക്ക് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഷെയർ ഹോൾഡർ ആണെങ്കിൽ തരാം. അയാൾ വളരെ വലിയൊരു ഉദ്യോഗസ്ഥനാണ് ഇവിടെ. പക്ഷേ ഞാൻ പറഞ്ഞു എനിക്ക് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എല്ലാം ദൈവത്തെ മുമ്പ് നിർത്തിയ. അപ്പോൾ അങ്ങനെ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അയാൾ എന്നോട് ഭയങ്കര ഇതൊക്കെയായി. ഇതെല്ലാം കഴിഞ്ഞിട്ട് 2015 വന്നു. അപ്പോൾ എനിക്ക് ദൈവത്തിൻ്റെ വിളി ആ സമയത്ത് എനിക്കുണ്ടായെന്ന് പറഞ്ഞാൽ എന്നെ വേലയിലേക്ക് എടുക്കാനായിട്ട് സഭയുടെ ചാർജ് ഇതൊക്കെ തരാനായിട്ടുള്ള ഇതുണ്ടായി. അപ്പോൾ അതെനിക്കറിയായിരുന്നു. അപ്പം ഞാൻ എന്നെ തന്നെ ഈ ബിസിനസ്സിൽ നിന്നെല്ലാം വിടുവിച്ച് കുറെ കൂടെ ദൈവത്തിൻ്റെ ഇതിനു വേണ്ടി സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഇയാളുമായിട്ട് ഈ പ്രശ്നം ഉണ്ടാവുന്നതും. പിന്നെ അത് കഴിഞ്ഞിട്ട് 2015 ആയപ്പോഴേക്കും ഒരു കമ്പനി ഫോം ചെയ്യാം, വേറൊരു ഇതിനു വേണ്ടി ഒരു കമ്പനി ഫോം ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് വന്നു. അപ്പോൾ ഈ കമ്പനി ഫോം ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് വന്നപ്പോൾ അതിന് കുറേ കാശ് കൊണ്ടുപോയിടേണ്ട ഒരു കാര്യമുണ്ട്. കാശ് കൊണ്ടുപോയി ഇട്ടിട്ട് അപ്പോൾ ഓരോ പാർട്ട്ണറിൻ്റെ പേരിലും കാശ് ഇടണം. അപ്പോൾ ഒരു പാർട്ട്ണർ അയാൾ എൻ്റെ സ്റ്റാഫായിരുന്നെങ്കിലും അയാളെ ഞാൻ പാർട്ട്ണറാക്കിയെങ്കിലും അയാളുടെ അക്കൗണ്ടിലേക്ക് കാശ് അയാൾ എടുക്കാൻ പാടില്ല, അതിലൂടെ പോകണം. അപ്പോൾ ഏതാണ്ട് വലിയൊരു കാശ്, എത്ര എമൗണ്ട് ആണെന്ന് ഞാൻ പറയില്ല, കോടിക്കണക്കിന് ഉള്ള കാശാണ്. ഈ കാശ് ഇടുന്ന സമയത്ത് ഇയാളുടെ അക്കൗണ്ടിൽ വന്നപ്പോൾ തന്നെ ഇയാൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇയാളുടെ ചെക്ക് എല്ലാം എൻ്റെ കയ്യിലുണ്ട്, എല്ലാം വാങ്ങിച്ചിട്ടാണ് ചെയ്തേക്കണേ, ലെറ്ററും എല്ലാം ഉണ്ട്. വന്നപ്പോൾ ഇയാൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇയാൾ പോയി കാർ എടുത്തുകൊണ്ട് പോയി കാറിൻ്റെ ഡിക്കിയിൽ ഇയാളുടെ കാശ് എടുത്ത് വാങ്ങിച്ച് കാശിട്ട്
ഇയാൾ പോയി കളഞ്ഞു. ഇയാൾ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുപോലത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഏത് സമയത്ത് ഞാൻ അത് ഒപ്പിട്ടേ, ഞാൻ എന്താ ചെയ്തേ, ഞാൻ എന്നെ തന്നെ പ്രാവാൻ തുടങ്ങി. കാരണം വെച്ചാൽ എൻ്റെ വേറൊരു പാർട്ട്ണറുണ്ട്. പക്ഷെ അത് പറയുന്നതല്ല പ്രശ്നം, ഞാൻ ഒപ്പിട്ട് കൊടുത്ത ഇത് എനിക്കറിയാം ഇയാൾ എടുത്തുകൊണ്ട് പോയതാണെന്ന്. കാരണം എടുത്തുകൊണ്ട് പോകേണ്ട കാര്യമില്ല, മറ്റേ ചെക്ക് വന്ന് ക്ലിയർ ചെയ്ത് പോകേണ്ട. ഇയാളുടെ അക്കൗണ്ടിൽ കൂടെ ഇരുന്ന ഇയാൾക്ക് കാശില്ലാത്തതുകൊണ്ട് കമ്പനി നിട്ടതാണ്. പക്ഷെ അതാ എടുത്തുകൊണ്ട് പോയി. അയാൾ എടുത്തുകൊണ്ട് പോയി. ഇയാള് മുട്ടാപ്പൊകുരുത്തരൊക്കെ പറഞ്ഞു, ഞാനത് പെട്ടെന്ന് കൊണ്ട് ഇടാൻ വേണ്ടിയിട്ടാണ് എടുത്തതെന്നൊക്കെ ഇയാൾ പറഞ്ഞു. പക്ഷെ എന്തെങ്കിലും ആവട്ടെ, ഞാൻ അത് വളരെ വിഷമിച്ച് ഒരാളോടും പറയാൻ പറ്റില്ല. ഭാര്യയോട് പറഞ്ഞ ഭാര്യയ്ക്ക് ഉറക്കം കിട്ടൂല, ഇത്രയും വലിയ കാശ് പോയി എന്ന് പറഞ്ഞു. മോളോട് പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഞാൻ ഇരുന്ന് വീട്ടിൽ വന്ന് ഞാൻ മിണ്ടാൻ പറ്റണില്ല. അമ്മ വാലടച്ച് കുളിമുറിക്കകത്ത് കയറി ഞാൻ എന്ന് എന്നെ തന്നെ ശപിച്ചുകൊണ്ടിരിക്കുക പാസ്റ്ററെ. അങ്ങനെ ശപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏത് സമയത്താണ് ഞാനിത് ചെയ്തതെന്ന് ഇങ്ങനെ ശപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി എത്ര വലുതാണെന്നറിയും. ഞാൻ ദൈവത്തെ രുചിച്ചറിഞ്ഞത് അങ്ങനെയാണ്. ഞാൻ ഞാൻ എൻ്റെ ഉള്ളിൽ ശപിച്ച് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ ഒരു ശബ്ദം, നീ എന്നോട് പ്രാർത്ഥിച്ച ഒരു കാര്യമാണ് ഞാൻ ചെയ്തത്. എന്നോട് പ്രാർത്ഥിച്ച ഒരു കാര്യം എന്താണ് അപ്പം ഞാൻ ആലോചിച്ചു, ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ച എന്താ കാര്യം? പ്രാർത്ഥിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സംഭവത്തിൽ നിന്നെല്ലാം എന്നെ നീക്കിക്കളയാം. ഇതാ ഞാൻ പ്രാർത്ഥിച്ചത്. എനിക്ക് ദൈവത്തിൻ്റെ വേലയിലേക്ക് വരാനായിട്ട് എനിക്ക് ഇതെല്ലാം നീക്കിക്കളയണം. അതാണ് എൻ്റെ ആഗ്രഹമായിരുന്നു. അപ്പം ഞാൻ അതിനു വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ ദൈവം പറയാണ്, അത് ഞാനാ ചെയ്തത്. പാസ്റ്ററെ, കാശ് കളയാൻ കാരണം അത് ദൈവമാണെന്ന് പറഞ്ഞാൽ എനിക്ക് പിന്നെ അതിനേക്കാളും വലിയൊരു ആശ്വാസം വല്ലതും ഉണ്ട് പാസ്റ്റർ. എൻ്റെ കാശ് പോയത് ഈ കാശ് പോയത് എൻ്റെ പുറകിൽ ദൈവമാണെന്ന് ഞാൻ അറിഞ്ഞാൽ പിന്നെ എനിക്ക് അതിനേക്കാളും വലിയ ഭാഗ്യമുണ്ടോ? പാസ്റ്ററെ, അന്ന് ഞാനൊരു കൊച്ചുകുട്ടിയെ പോലെ കിടന്നുറങ്ങി, ഒരു പ്രശ്നമില്ലാതെ. ഞാൻ അന്ന് അവിടെ ഇരുന്ന് ദൈവത്തിന് കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന് മഹത്വം കൊടുത്ത് ഹല്ലേലൂയ 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 എന്ന് മാത്രമേ എൻ്റെ വായിൽ വരുന്നുള്ളൂ. കാരണം ദൈവം എത്ര കരുണാമയനായ ദൈവം. അന്ന് ഞാൻ കിടന്നുറങ്ങി. അങ്ങനെ എനിക്ക് ദൈവം അതിൽ നിന്ന് വിടുവിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ പാർട്ട്നേഴ്സ് പറഞ്ഞു, ഇവൻ എഗൻസ്റ്റ് ആയിട്ട് കേസ് കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു. എന്താ, ദൈവം അത് ചെയ്തത്, ഞാനല്ല ചെയ്തത്. അപ്പം ഞാൻ അവനെ കേസ് കൊടുത്താൽ ശരിയാവും? പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് അവനെ അഗൻസ്റ്റ് ആയിട്ട് കേസ് കൊടുക്കാൻ പറ്റണില്ല. പക്ഷെ അന്നത്തോടുകൂടി ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു, ഒരാൾക്ക് അഗൻസ്റ്റ് ആയിട്ട് കേസ് കൊടുക്കില്ല എന്ന് തീരുമാനിച്ചു. പിന്നെ ആൾക്കാർ പറ്റിച്ചുകൊണ്ടൊക്കെ പോയിട്ടുണ്ട്, പക്ഷെ കേസ് കൊടുത്തിട്ടില്ല ഇന്നേ വരെ. ദൈവം അത് കൊടുക്കാതെ, കാരണം വെച്ചാൽ ദൈവം ചെയ്യുന്ന പ്രവൃത്തിക്ക് ഒരു പൂർണ്ണതയുണ്ട്. ആ പൂർണ്ണത എന്ന് പറഞ്ഞാൽ ആർക്കും തരാൻ പറ്റാത്ത സമാധാനം നമ്മുടെ ജീവിതത്തിൽ തരാം. ഒരു 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 അത് കഴിഞ്ഞിട്ട് ദൈവം എനിക്ക് ഒരുപാട് ഇത് തന്നു. അതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് ട്രൈബലിലുള്ള പ്രവർത്തനങ്ങളും ഇതുമെല്ലാം ഡോക്ടർ മുരളിയായിട്ടുള്ള പ്രവർത്തനങ്ങളും എല്ലാം ഇതിനകത്തേക്കൊക്കെ കൊണ്ടുവരാൻ കാരണം ദൈവം എന്നെ അത് കഴിഞ്ഞിട്ടാണ് എന്നെ ചെയ്തത്. അപ്പോൾ ദൈവം ഇങ്ങനെ ഒരു വഴി വരുത്തിയിട്ടാണ് ഇതിലേക്കൊക്കെ കൊണ്ടുവന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ നമ്മളെക്കുറിച്ചുള്ള പ്രവൃത്തിയും ദൈവത്തെക്കുറിച്ചുള്ള കാശല്ല വലുത്, കാശിനേക്കാളൊക്കെ വലുത് കടബാധ്യത എത്രയുണ്ടെങ്കിലും ദൈവത്തിന് മാറ്റാൻ കഴിയാത്തതൊന്നുമില്ല. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തിന് ഒന്നാമത്തെ സ്ഥാനം കൊടുക്കുമ്പോൾ സങ്കീർത്തനം 16:8 പറയുന്ന പോലെ, ഞാൻ ദൈവത്തെ എൻ്റെ വലതുഭാഗത്ത് വെച്ചിരിക്കുന്നു. എൻ്റെ വലതുഭാഗത്ത് എൻ്റെ ദൈവത്തെ എനിക്ക് വയ്ക്കാൻ കഴിയുന്നതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ എൻ്റെ ജീവിതത്തിലെ ജയം. ഞാൻ മറ്റുള്ളവർക്ക് ആരോട് പറയുമ്പോഴും ഏത് കഷ്ടത വന്നാലും ആ കഷ്ടതയെല്ലാം ദൈവത്തിൻ്റെ നീതിയെ വെളിപ്പെടുത്താൻ. ഇതാണ് ദൈവം എൻ്റെ നീതിയായപ്പോൾ എന്ന് ഞാൻ പറയാൻ കാരണം. ദൈവം കടബാധയിൽ പെട്ടു, ജയിലിൽ പോയി. ആ കടബാധയിൽപ്പെട്ട എല്ലാം നിഴലായിപ്പോയി. ജയിലിൽ പോയിട്ട് ജയിലിലുണ്ടായതെല്ലാം, ജയിലിൽ സംഭവിച്ചതെല്ലാം എനിക്ക് ഒരു ശരിയായിട്ടും ഒരു സ്വർഗരാജ്യമാക്കി ആ ജയിലിനെ മാറ്റിയതെല്ലാം ദൈവത്തിൻ്റെ കരുണയാണ്. അപ്പോൾ ദൈവത്തെ കൊണ്ട് കഴിയാത്തൊന്നുമില്ല. ഞാൻ ഈ സാക്ഷ്യം പറഞ്ഞത്, ആർക്കെങ്കിലും കടബാധകളുണ്ടെങ്കിൽ ആ കടബാധ്യതയിൽ നിന്ന് അവരെ
രക്ഷിക്കാൻ ദൈവത്തിന് നിസ്സാരമായിട്ട് കഴിയും. ദൈവത്തിൻ്റെ സമയമുണ്ട്. 4 നാളായാലും നാറ്റം വമിച്ചാലും ദൈവത്തിൻ്റെ സമയത്ത് ദൈവം പ്രവർത്തിക്കും. കടബാധ്യത ഒരു അവസാനമല്ല. കടബാധ്യപ്പെട്ട് വളരെ നട്ടം തിരിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാം. എൻ്റെ നമ്പറിൽ പാസ്റ്ററോട് ചോദിച്ച പാസ്റ്റർ നമ്പർ തരും, വിളിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഒത്തിരി ജീവിതത്തിൽ പാഠങ്ങൾ പഠിച്ചല്ലേ, അനുഭവങ്ങളിലൂടെ പഠിച്ചു. ഒരുപാട് ഈ പഠിച്ചു. ഒരു ദിവസത്തെ വാക്യമുണ്ട്, കഷ്ടത്തിലായിരുന്നത് എനിക്ക് നന്നായി ഗുണമായി. അപ്പൊ ഞാൻ ആ വാക്യത്തെ ജയിലിൽ പോയത് എനിക്ക് ഗുണമായി എന്ന് വേണമെങ്കിൽ നമുക്ക് തിരുത്തി പറയാമെന്ന് എനിക്ക് തോന്നുന്നില്ലയോ? പറയാം. 119:72. അതെ അതെ, ജയിലിൽ പോയി. നമ്മുടെ മാത്രമല്ല, നമ്മുടെ കുടുംബത്തിന്റെ പോലും ആത്മീയ അനുഭവങ്ങൾക്ക് അതുകൊണ്ട് വ്യത്യാസം. ഞാൻ കഷ്ടതയിലായത് എനിക്ക് ഗുണമായി. അത് നല്ലൊരു വചനമാണ്. നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഒരു ശുശ്രൂഷ വെളിപ്പെടണമെങ്കിലേ ദൈവം നമ്മളെ ഈ യോഹന്നാൻ 15 പറയുന്നത് പോലെ ചെത്തി വെടിപ്പാക്കും, അല്ലെ, പ്രൂണിങ് നടക്കും. അത് വളരെ പെയിൻഫുൾ എക്സ്പീരിയൻസ് ആണ്. വലിയ നഷ്ടങ്ങളും കടങ്ങളും ഒക്കെ അതിൻ്റെ ഒരു ഭാഗമായിരുന്നു. ഒരു വിളിയിലേക്ക് അതിൽ ദൈവം നമ്മളോട് കൂടെയുണ്ട് പാസ്റ്ററെ. അതിലാണ് അതിന്റെ സന്തോഷം. അത് നമുക്കൊരു പ്രൂണിങ് ഒരു വിഷമായിട്ട് തോന്നത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, ആ 98,000 റിയാലായിരുന്നു. അത് റിയാൽ എന്ന് പറഞ്ഞാൽ അതിന്റെ വില വെച്ച് നോക്കിയാൽ അറിയാം. അത്രയും കാശ് പോയപ്പോൾ ഞാൻ വളരെ വിഷമിച്ചു പോയി. എൻ്റെ മനസ്സിൽ ഞാൻ വല്ലാതെ സങ്കടപ്പെട്ടു പോയി. പക്ഷെ അന്ന് അതിനെ ഒരു നിമിഷം കൊണ്ട് ദൈവം മാറ്റി. ഒരു നിമിഷം എടുത്തുള്ളൂ ദൈവത്തിന് മാറ്റാൻ. എൻ്റെ കൺസെപ്റ്റ് അങ്ങ് മാറ്റി, എന്നെ മാറ്റി. എൻ്റെ സാഹചര്യം മാറ്റമല്ല ഇതേ, ഒരു മാറ്റം ഉണ്ടായില്ല. എൻ്റെ ചുറ്റുപാട് ഒരു വ്യത്യാസം ഉണ്ടായില്ല. പക്ഷെ എൻ്റെ ഉള്ളിൽ ദൈവം മാറ്റി. അതെ, ദൈവം മാറ്റിയോണ്ടാണ് നമുക്ക് ക്ഷമിക്കാനും കഴിഞ്ഞത്. തീർച്ചയായും. ഒമാൻ റിയാലിന്റെ ഒക്കെ വില വെച്ച് നോക്കുകയാണെങ്കിൽ അന്ന് എനിക്ക് തോന്നുന്നു എങ്ങനെ പോയാലും 2 കോടിയോട് അടുത്തൊരു തുകയുണ്ടല്ലേ? സ്തോത്രം. ദൈവം ആ കൃപ തന്നില്ല, ക്ഷമിക്കാൻ പറ്റത്തില്ല. നമുക്ക് ചെറിയ തുക പോലും ക്ഷമിക്കാൻ പറ്റത്തില്ല. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ അയാളുടെ ബന്ധം വിട്ടു. അയാൾക്ക് കുറെ ഞാൻ പിന്നെ കാശൊന്നും പിന്നീട് അങ്ങ് ഉണ്ടാക്കിയില്ല. കാരണം ഞാൻ കമ്പനി ഇതൊക്കെ വിട്ടു. ഞാനിപ്പോ കൂടുതലും ചർച്ചിന്റെ ഇതിലാണ് പോകുന്നത്. ചർച്ചിന്റെ ഇതിന് വേണ്ടിയാ പോകുന്നത്. ചർച്ചിൽ നിന്നൊന്നും വാങ്ങിക്കുന്നില്ല, എന്നാലും ചർച്ചിന്റെ ഇതുമെല്ലാം ആയിട്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമേ സാറേ, ഞാൻ ഒരു സമയത്ത് ബിസിനസ്സും ശുശ്രൂഷയും കൂടെ ഒന്നിച്ച് ചെയ്തൊരു സമയമുണ്ട്. ആ സമയത്ത് ഞാൻ എൻ്റെ ഒരു ജീവിതാനുഭവം ഘട്ടത്തിൽ എല്ലാവർക്കും ആപ്ലിക്കബിൾ ആകണമെന്നില്ല. എനിക്കൊരു ഫുൾ ടൈം മിനിസ്ട്രിക്ക് വിളിയുണ്ടായിരുന്നു. പക്ഷേ അത് ചെയ്യാതെ ഞാൻ ആ ബിസിനസ്സും സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് ജീവിക്കണം എന്നുള്ളൊരു ഒരു ദുരഭിമാനമെന്നോ ശാഠ്യം എന്നോ ഒക്കെ പറയാം. അതുകൊണ്ട് ഞാനിങ്ങനെ ബലം പിടിച്ച് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ കണ്ടൊരു കാര്യം, എൻ്റെ ബിസിനസ്സിൻ്റെ അകത്ത് പ്രധാനമായിട്ട് എനിക്ക് ശുശ്രൂഷയുള്ള സമയങ്ങളിൽ എന്തെങ്കിലുമൊക്കെ പിശാച് നമ്മളെ ട്രാപ്പ് ചെയ്യുമായിരുന്നു. നമുക്ക് ഊരിപ്പോകാൻ പറ്റാത്ത വിഷയങ്ങളെ കൊണ്ട് നമ്മളെ കൊടുക്കുമായിരുന്നു. അത് നമുക്ക് എന്താ പറഞ്ഞേ, നമുക്കുള്ള ആ ബലഹീനതയുടെ ഏറിയ പിശാചിന് അറിയാവുന്നതുകൊണ്ട് എപ്പോഴും അവിടെ തന്നെ കുത്തിക്കൊണ്ടിരിക്കും. ഒരു മുറിവുണ്ടെങ്കിൽ അതേ തൊട്ട വേദന എടുക്കുമെന്ന് പറഞ്ഞ പോലെ നമുക്ക് എവിടെ മുറിവ്, എവിടെ ബലഹീനത, അവിടെ പിശാച് ഇങ്ങനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കും. കാരണം അത് ദൈവം അനുവദിക്കുന്നതാണ്. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. അതാ ഞാൻ ആ നോ എന്ന് പറഞ്ഞില്ലേ പാസ്റ്ററെ. അതായത് എനിക്കിപ്പോ എന്ത് പറഞ്ഞാലും ആരെന്ത് ഇനി ബിസിനസ് കിട്ടിയില്ല എന്ന് പറഞ്ഞാലും പോവാന്ന് പറഞ്ഞാലും പൊക്കോട്ടെ എന്നുള്ള ഒരു മനസ്ഥിതി എൻ്റെ ഉള്ളിൽ തന്നപ്പോ ഇപ്പൊ എനിക്ക് അതൊരു പ്രശ്നമല്ല. ഇപ്പൊ ഞാനിപ്പോ ഇതിനിരുന്നു, 2-3-4 പേരെന്നെ വിളിച്ചു, ഞാനത് എടുത്തില്ല. അത് എടുക്കേണ്ട കാര്യമില്ല. കാരണം വെച്ചാൽ ഞാൻ അതിനേക്കാളും വലിയൊരു ജോലിയിലാണ് ഇപ്പോ. മറ്റതല്ല എൻ്റെ ഇത്. അപ്പോൾ ആ ജോലി എൻ്റെ കർത്താവിന് വേണ്ടി ചെയ്യാന്നുള്ളതാണ്. ജോർജ് മുള്ളറെ കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ. ജോർജ് മുള്ളറിനെ ഇംഗ്ലണ്ടിലെ രാജ്ഞി വിരുന്നിന് വിളിച്ചു. മുള്ളർ പോയില്ല. പിന്നെ അന്വേഷിച്ചപ്പോൾ മുള്ളർ പറഞ്ഞു, ഞാൻ ഐ വാസ് ബിസി വിത്ത് യുവർ സബ്ജക്ട്സ് എന്നാണ് പറഞ്ഞത്. നിൻ്റെ ജനവുമായിട്ട് ഞാൻ ബിസിയായിരുന്നു, അവരെ സേവിക്കുന്നതിൽ ഞാൻ ബിസിയായിരുന്നു എന്ന് പറഞ്ഞൊരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. മുള്ളറിന് രാജ്ഞിയുടെ കൂടെ ഡിന്നർ കഴിക്കുന്നതിലും മുള്ളറിന് സന്തോഷം ജനത്തിൻ്റെ കൂടെ അവരെ സേവിക്കുന്നതായിരുന്നു. ശുശ്രൂഷയാണ് വലുത്. ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു. നോ പറയേണ്ടടുത്ത് നോ പറയുക. അതുപോലെ തന്നെ ദൈവത്തെക്കാൾ അധികമായിട്ട് മറ്റാരെയും, അല്ലേ, നമ്മൾ അവർക്ക് സമയമോ
സ്വാധീനമോ സാവകാശമോ കൊടുക്കരുത്. പിന്നെ അതെ. എനിക്ക് തോന്നുന്നു നമുക്ക് ഇങ്ങനെയും പഠിക്കാം, നോ പറയേണ്ടടുത്ത് നോ പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ അത് നമുക്ക് പിന്നീടത് ഭവിഷ്യത്താകും. ഭവിഷ്യത്തായിട്ട് വരും. പിന്നെ ശരി. പറഞ്ഞില്ലെങ്കിലും ജോജി ബ്രദർ പറഞ്ഞില്ലെങ്കിലും എനിക്ക് തോന്നുന്ന ഒരു കാര്യം അങ്ങ് പറയുക, ഒരു ആ. മനുഷ്യനെയും കണ്ണടച്ച് വിശ്വസിക്കരുത്. നമ്മൾ അതെ. പ്രാവിനെ പോലെ നിഷ്കളങ്കരായിരിക്കുമ്പോൾ തന്നെ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവര്. ബുദ്ധിയുള്ളവരായിരിക്കണം. കാരണം ആ മനുഷ്യനെ നമ്മൾ വിശ്വസിച്ചു, നമ്മൾ അയാളോട് അതെ. ക്ഷമിച്ചെങ്കിലും അതെ. ആ വിശ്വാസം കൊണ്ടാണ് അങ്ങനൊരു ചതിവ് പറ്റിയത്, അല്ലേ? അതെ. അതെ. അതെ, പക്ഷെ എനിക്ക് ശത്രുക്കൾ ആരുമില്ല പാസ്റ്ററെ. ശത്രുക്കളാരില്ല. അത് നമ്മളിലെ ദൈവസ്നേഹത്തിൻ്റെ പ്രത്യേകതയാണ്. അതെ. സ്വർഗത്തിന് ശത്രുക്കളില്ലല്ലോ. അതെ. അതെ. സ്വർഗത്തിൻ്റെ ആത്മാവാകത്തുണ്ടെങ്കിൽ നമുക്കും ശത്രുക്കൾ ഉണ്ടാകുകയില്ല. അതെ. ദൈവത്തിന് ദൈവത്തിന്റെ കരുണ. സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം. എന്തെങ്കിലും പറയാൻ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഇല്ല എങ്കിൽ നമുക്ക് നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി പ്രാർത്ഥി ഈ സെക്ഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഞാനത് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. 2-3 കാര്യങ്ങൾ അതിനകത്ത് പറയാനുള്ളത്. അത് ഒന്നുകൂടെ പറയാ. കടബാധ്യത ഒരാളുടെയും ജീവിതത്തിന്റെ അവസാനമല്ല, അത് ഒരു തുടക്കമാണ്. ഒരു തുടക്കം എന്ന് പറഞ്ഞാൽ കടബാധ്യതയുടെ തുടക്കമല്ല, നന്മയുടെ ഒരു തുടക്കം. എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. എൻ്റെ കടബാധ്യത പിന്നെ ഞാൻ ഇന്നേ വരെ ലോൺ എടുത്തിട്ടില്ല. ലോൺ എന്ന് പറഞ്ഞാൽ എത്രയോ പേരുടെ ഒരു കെണിയാണ്. കാരണം വെച്ചാൽ വീട് വെക്കാൻ ലോൺ എടുക്കുക, ഇതെല്ലാം ചെയ്യുന്നത് നമ്മളുടെ കയ്യിലുള്ള കാശ് വെച്ചിട്ട് ചെയ്യുന്നതിന് പകരം അതിൽ കൂടുതൽ ചെയ്യുന്ന എല്ലാവരും കെണിയിൽ പോയി വീഴുവാണ്. അതായത് നമ്മൾ ജോലി ചെയ്യുന്നത് ബാങ്കിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അത് കാരണം അത് ഒരിക്കലും കടമെടുത്ത് ചെയ്യരുത്. ഞാൻ ഇന്നേ വരെ ഒരു കടം എടുത്തിട്ടില്ല അത് കഴിഞ്ഞിട്ട്. അതുകൊണ്ട് അന്ന് തൊട്ട് ഇന്ന് വരെയും ദൈവത്തിന്റെ കരുണ കൊണ്ടാണ്, പക്ഷേ ഞാൻ എടുക്കേണ്ടി വന്നില്ല. രണ്ടാമത്, എല്ലാവരോടും ആരോടും നമുക്ക് നോ എന്ന് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിലും നമ്മൾ താഴേക്ക് നോക്കി നോ പറയുക. മുഖം നോക്കി പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ താഴേക്ക് നോക്കി നോ പറയുക. പിന്നെ മൂന്നാമത്തത്, ഏത് സമയത്തും ദൈവത്തിന് ഒന്നാമത്തെ സ്ഥാനം. ഇനി അത് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പോയി പിന്നെയും ദൈവസന്നിധിയിൽ ഇരുന്ന് ദൈവമേ ഞാൻ ചെയ്യും, നീ എന്നെ രക്ഷിച്ചു, നീ എന്നെ ഇത് ചെയ്തു. അപ്പോഴൊക്കെ നമ്മളുടെ രക്ഷ ദൈവം എത്രത്തോളം എന്നെ സ്നേഹിച്ചു, പാപിയായിരുന്ന എന്നെ സ്നേഹിച്ചു, ശത്രുവായിരുന്ന എന്നെ സ്നേഹിച്ചു എന്ന് മനസ്സിലാക്കി അതിന് പകരം ദൈവസന്നിധിയിൽ ഇരിക്കുക. ഇത് ഈ 3 കാര്യങ്ങളിൽ എന്തെങ്കിലും ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് കടബാധ്യത എനിക്കൊരു വലിയ ആഗ്രഹമുണ്ട്. ഞാൻ എവിടെയെങ്കിലും അഡ്വർടൈസ് ചെയ്യാൻ കടബാധ്യതയിൽ ഉള്ളവരെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വിളിക്കാനുള്ള അതെൻ്റെ മനസ്സിലുണ്ട്. ഇതുവരെ ഒന്നും നടന്നില്ല. എന്തായാലും അതൊരു വലിയ ഇതാണ്. അതിൽ നിന്ന് അതൊരു കെണി മാത്രമാണ്, അത് സത്യമല്ല. അങ്ങനെ ഉള്ളവർക്ക് പ്രാർത്ഥനാ സഹായത്തിന് വേണ്ടി സാറിനെ വിളിക്കാമെന്നാണ് സാറ് പറഞ്ഞത്. നമ്പർ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ഇടുക. നമ്മുടെ പ്രെയർ ലൈൻ നമ്പറിൻ്റെ ഒരു നമ്പറാണ്, പ്രെയർ ലൈൻ്റെ ഒരു നമ്പറാണ് നമ്മുടെ സ്ക്രീനിൽ കാണുന്നത്. അതിനകത്ത് വാട്സപ്പ് മെസ്സേജ് ഇടുക. ജോജി സക്രിയ ബ്രദറിൻ്റെ നമ്പർ വേണമെന്ന് പറഞ്ഞ് ഞാൻ മെസ്സേജ് ഇടുന്നവർക്ക് നമ്പർ ഷെയർ ചെയ്ത് തരാം. ദൈവം അനുഗ്രഹമാക്കട്ടെ. നമ്പർ ചോദിക്കുന്നവർ നിങ്ങൾക്ക് എന്നോട് വിളിച്ച് സംസാരിക്കണം എന്നില്ല. കാരണം വിളിച്ച് സംസാരിച്ച് നമ്പർ എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. നിങ്ങൾ വാട്സപ്പിലൊരു മെസ്സേജ് ഇട്ടാൽ ഞാൻ ആ നമ്പർ ഇട്ട് തരും. വാട്സപ്പിൽ കൂടെ മാത്രമാണ് നമ്മൾ നമ്പറുകൾ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഒത്തിരി കോളുകൾ വരുമ്പോൾ എനിക്ക് പെട്ടെന്ന് നമ്പറൊന്നും പറഞ്ഞു തരാൻ പറ്റത്തില്ല. പിന്നീട് ഞാൻ സമയം പോലെ വാട്സപ്പിൽ മെസ്സേജ് തൂക്കിയിട്ട് നമ്പർ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആരെങ്കിലും കോൾ ചെയ്താൽ പോലും ഞാൻ അവരോട് പറയുന്നത് വാട്സപ്പിലൊരു മെസ്സേജ് ഇട്, ഞാൻ പിന്നീട് നമ്പർ ഇട്ട് തരാമെന്നാണ് പറയുന്നത്. ചിലപ്പം ഒരു മെസ്സേജ് വന്ന ഉടനെ നോക്കത്തില്ല കേട്ടോ, വൈകിട്ടായിരിക്കാം നോക്കുന്നത്, അല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ആയിരിക്കാം. പക്ഷെ നിങ്ങളുടെ മെസ്സേജ് വായിക്കും, നമ്പർ ഇട്ട് തരും. ദൈവം അനുഗ്രഹിക്കട്ടെ. സാറിന് പ്രാർത്ഥിക്കാം, നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ചും കടഭാരമുള്ളവർ, ജീവിതത്തിൽ പ്രതിസന്ധികളിലൂടെ പോകുന്നവർ, അവർക്ക് ഒരാശ്വാസവും വിടുതലുമാകട്ടെ. പ്രാർത്ഥനയ്ക്ക് വേണ്ടി. കർത്താവെ, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ദൈവമേ, സ്തോത്രം. എനിക്ക് കർത്താവിൻ്റെ നന്മയെക്കുറിച്ച് പറയുവാനായിട്ട് ദൈവമേ എനിക്ക് തന്ന ഈ ഭാഗ്യത്തെ ഓർത്ത് സ്തുതിക്കുന്നു.
ദൈവമേ അനേകരുടെ ചെവിയിൽ ദൈവമേ അതൊരു അനുഗ്രഹമായി മാറണമേ. അവരുടെ ജീവിതത്തിൽ അവരെന്ത് സ്റ്റെപ്പ് എടുക്കണമെന്ന് കർത്താവെ അറിയാതെ ഇരിക്കുന്ന ഇപ്പോൾ ഈ കേൾക്കുന്നതിൽ ഇരിക്കുന്ന അനേകരുണ്ട് കർത്താവെ. ദൈവമേ അവരെ ഓർത്ത് ദൈവമേ സ്തോത്രം, ഞങ്ങൾ ഈ സമയത്ത് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഹൃദയത്തിന് കർത്താവെ അവിടുന്ന് ആൻസർ കൊടുക്കണമേ. എൻ്റെ ജീവിതത്തിൽ എപ്പോഴും അവിടുന്നായിരുന്നല്ലോ എനിക്ക് ആൻസർ. ഞാൻ മറ്റൊരു മനുഷ്യൻ്റെ ആൻസർ കേട്ടിരുന്നെങ്കിൽ എനിക്ക് ഒരിക്കലും ആ ആശ്വാസവും സന്തോഷവും എനിക്ക് കിട്ടുകയില്ലായിരുന്നു. എന്നാൽ ദൈവം എനിക്ക് തന്നു. ദൈവമേ അതേപോലെ കർത്താവെ അനേകരെ, ഈ കടബാധ്യത എന്ന് പറയുന്നത് അനേകരെ വലയ്ക്കുന്നതാകുന്നു കർത്താവെ. അതിലേക്ക് ഒന്ന് വീഴുന്നത് പലപ്പോഴും ഒരു പക്ഷി കെണിയിൽ പോയി വീഴുന്നത് പോലെ ആകുന്നു കർത്താവെ. ദൈവമേ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അവരെ ആ കർത്താവെ അതിൽ നിന്ന് കർത്താവെ ഞങ്ങൾ വായിക്കുന്നത് പോലെ പക്ഷി കെണിയിൽ വീഴാതെ കർത്താവെ അവിടുന്ന് ആ കെണി പൊട്ടി കർത്താവെ അവർക്ക് തിരിച്ച് കർത്താവിലേക്ക് വരുവാൻ, ആ കെണി എന്തായിരുന്നെന്ന് കാണുവാൻ ദൈവമേ അവരെ സഹായിക്കണമേ. അതിലൊരു ജയം പ്രാപിപ്പാൻ, അതിൽ കർത്താവെ ഒരു ജയമുണ്ടല്ലോ, ആ ജയം കർത്താവ് അവർക്ക് കൊടുപ്പാനായിട്ട് പ്രാർത്ഥിക്കുന്നു. അതല്ലാതെ അവർ പലർക്കും പല ആവശ്യങ്ങളും അവരുടെ ജീവിതത്തിലുണ്ട്. ഒന്നും ഞങ്ങൾ ഈ പറഞ്ഞതുമായിട്ട് ബന്ധമില്ലെങ്കിലും ദൈവമേ എല്ലാം അറിയുന്നവനായ ദൈവം, എല്ലാം ചെയ്യുവാൻ പ്രാപ്തനായ ദൈവം അങ്ങ് മാത്രമെന്ന് കർത്താവെ ഞങ്ങൾക്കും തെളിയിച്ചു, അനേക സാക്ഷികളാൽ തെളിയിച്ചു, ഇനിയും തെളിയിക്കാനിരിക്കുന്നു കർത്താവെ. ഞങ്ങൾക്ക് ഇത്ര വലിയ സാക്ഷ്യം ഞങ്ങൾക്ക് തന്നു കർത്താവെ. സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു കർത്താവെ. സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ വായിൽ നിന്ന് വന്ന വചനങ്ങളെല്ലാം ആ കർത്താവെ ജീവനുള്ള ഉളവാക്കുവാൻ തക്കവണ്ണം ദൈവം അവരെ സഹായിക്കണമേ. ഞാൻ കഷ്ടതയിലായത് എനിക്ക് ഗുണമായി. നിന്റെ വചനങ്ങളെ പഠിപ്പാൻ, നിന്റെ സത്യത്തെ അറിയുവാൻ, നിന്റെ നീതിയെ അറിയുവാൻ ദൈവമേ ഞങ്ങൾ കഷ്ടതയിലായത് ഞങ്ങൾക്ക് ഗുണമായി എന്ന് പറയുവാൻ ദൈവമേ ഞങ്ങൾക്ക് തന്ന ഈ വലിയ ഭാഗ്യത്തെ ഓർത്ത് സ്തുതിക്കുന്നു കർത്താവെ. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ദൈവമേ ഈ രക്ഷയെ കൊള്ള കണ്ടുകിട്ടിയതുപോലെ ഞങ്ങൾക്ക് കർത്താവെ അതിനെ സൂക്ഷിപ്പാൻ ദൈവമേ പ്രത്യേക കൃപ നിന്റെ മക്കൾക്ക് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. മറ്റുള്ളവർക്ക് വെളിച്ചമായി, മറ്റുള്ളവർക്ക് എപ്പോഴും ജീവൻ കൊടുക്കുന്നതായി ഇരിപ്പാൻ ദൈവം സഹായിക്കണമേ. ഞങ്ങൾ ഇനി വളരെ കുറച്ച് കാലമേ ഉള്ളൂ. എന്നാൽ ഞങ്ങളെ കർത്താവ് അവിടുന്ന് വിളിച്ച് കർത്താവിനോട് ചേർന്ന് ജീവിക്കുന്ന സമയം അധികം ദൂരെയല്ല കർത്താവെ. അത് ഞങ്ങൾക്ക് നോക്കിപ്പാർത്ത് ആ പ്രത്യാശ ഞങ്ങൾക്ക് ഒന്നുകൂടെ പുതുക്കി കർത്താവിനോട് ഒരുമിച്ച് എൻ്റെ കർത്താവിനോട് കൂടെ ജീവിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് കർത്താവെ ഞങ്ങളെ കൂടുതൽ ഓരോ ദിവസവും തേജസ്സിലേക്ക് ഞങ്ങളെ നയിപ്പാൻ തക്കോണം ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കേൾക്കുന്നവർക്ക് കർത്താവെ ആശ്വാസം പകരുവാൻ അവിടുന്ന് വചനത്തെ കൊടുത്ത് കർത്താവെ അവരുടെ ഹൃദയം കർത്താവെ പാറ പോലെ ഉറച്ചതാണെങ്കിലും അവിടുത്തെ കർത്താവെ ചുറ്റിക കൊണ്ട് അതിനെ കർത്താവെ ആ കട്ടിയുള്ള പ്രതലത്തെ അവിടുന്ന് പൊടിച്ച് കർത്താവെ അവരുടെ ഉള്ളിലേക്ക് വചനം കയറുവാൻ തക്കോണം ദൈവം ഒരു വഴി ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇത് കേൾക്കുന്നവർക്ക് കർത്താവെ ഒരു അനുഗ്രഹമായി മാറുവാൻ കർത്താവെ ഈ ടി വിയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ഇനിയും അനേകർക്ക് ജീവനുളവാക്കുവാൻ ദൈവം സഹായിക്കണമേ. പാസ്റ്റർക്ക് കൊടുത്ത കൃപയ്ക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സിസ്റ്റർക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ഒരുമിച്ച് നിന്ന് ദൈവമേ കർത്താവിന് വേണ്ടി വേല ചെയ്യുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്കും അവർക്കും കർത്താവ് തന്നല്ലോ ദൈവമേ. ഇനിയും അനേകർക്ക് കൊടുപ്പാൻ ദൈവം സഹായിക്കണമേ. വെളിച്ചത്തിന് സാക്ഷിയായി നിൽപ്പാൻ അവസാനം വരെയും കർത്താവെ ഞങ്ങൾക്ക് ജീവിപ്പാൻ, അവസാന ശ്വാസം വരെയും കർത്താവിന് വേണ്ടി ജീവിപ്പാൻ, കർത്താവിനെ ഏറ്റു പറഞ്ഞുകൊണ്ട് യേശു എൻ്റെ രക്ഷകൻ, യേശു എൻ്റെ ലോർഡ് എന്ന് പറയുവാൻ ദൈവമേ സ്തോത്രം. കർത്താവെ അവിടുന്ന് അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു, ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഒന്നുകൂടെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവെ സ്തോത്രം. ഇത് കേൾക്കുന്ന ഓരോരുത്തരെയും ഒന്നുകൂടെ വെച്ച് കർത്താവെ അവിടുത്തെ സന്നിധിയിൽ വെച്ച് കർത്താവേ അവിടുന്ന് സംസാരിക്കണം, അവരോട് സംസാരിക്കണം, അവരുടെ ഹൃദയത്തോട് സംസാരിക്കണം. കർത്താവേ സ്തോത്രം. ഇങ്ങനെയൊരു ദൈവം ജീവിക്കുന്നെന്ന് ഞങ്ങൾക്ക് പറയുവാൻ കഴിഞ്ഞു. എന്നാൽ അതിന് ബലം കൊടുപ്പാൻ, അവർക്ക് വിശ്വാസം കൊടുപ്പാൻ അങ്ങയ്ക്ക് മാത്രമേ കഴിയുകയുള്ളൂ. അവിടുന്ന് ആകുന്നു കർത്താവേ എല്ലാം ചെയ്യുന്നത്. കർത്താവെ അവിടുന്ന് പ്രവർത്തിച്ച് അവിടുന്ന് സർവശക്തനെന്ന് അവർക്ക് പറയുവാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. താഴ്ത്തി ഏൽപ്പിക്കുന്നു. അവിടുത്തെ മാനവമഹത്വവും അവിടുന്ന് തന്നെ എടുക്കണം. എല്ലാം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ താഴ്മയായി വീക്ഷിക്കുന്നു പിതാവേ. അവിടുന്ന് കേൾക്കണം. പിതാപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിന്റെ
കൂട്ടായ്മ സഹവാസം കാവൽ നമ്മളെല്ലാവരുടെ മേൽ കൃത്യമായി നമ്മുടെ നടുവിൽ കടന്നു വന്ന് തൻ്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവച്ച പ്രിയ ജോജി ബ്രദറിൻ്റെ മേൽ, തൻ്റെ ശുശ്രൂഷകരുടെ മേൽ, കുടുംബത്തിന് മേൽ ഇന്നു മുതൽ എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കും. മടക്കട്ടെ. ആമേൻ. ആമേൻ. ഒരു പ്രാവശ്യം നന്ദി. ഇവിടെ ജോജി ബ്രദർ അനുഗ്രഹിക്കപ്പെട്ട ഒരു സെഷനും കൂടെ ഞങ്ങളോടൊപ്പം വന്ന് ഇത്രയും സമയങ്ങൾ വിനിയോഗിച്ചതിൽ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ദൈവം എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം. താങ്ക് യു.